يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اعف عنا يا كريم يا رحيم يا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. لا إله إلا الله محمد رسول الله صلى الله عليه وسلم في كل زمان. سيدنا محمد صلى الله عليه وسلم عدد ما في علم الله صلاة دائمة بدوام ملك الله. سبحان الله رب العرش العظيم والحمد لله رب العالمين. اللهم إنا نسألك بحق الفاتحة المعظمة والصبر المثاني أن تفتح لنا كل خير، أن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير، وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا وأحبابنا من كل محنة وفتنة وبؤس ومرض وضير إنك ولي لكل خير ومتفضل بكل خير معطل لكل خير. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وبدنا صابرا ولسانا ذاكرا وقلوبا خاشعا وإيمانا كاملا يا رب العالمين. اللهم أنزل في مجلسنا هذا بركة وسلاما وهداية ومطمئنا. اللهم علمنا ما ينفعنا وذكرنا ما نسينا يا ذا الجلال والإكرام. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا، اجعله حجة لنا لا حجة علينا يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഇഅ്തികാഫ് ഖബൂലാക്കണേ അല്ലാ. റമളാനിന്റെ മുഴുവൻ പ്രതിഫലവും ഞങ്ങൾക്ക് നീ സ്വന്തമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ലാ. റമളാനിന്റെ സമാപന രാത്രിയാണ് റബ്ബേ പടച്ചവനെ. ഈ രാത്രിയിലുള്ള ഞങ്ങളുടെ അമലുകളെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു, ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ ഇഖ്ലാസ് നൽകണേ അല്ലാ, വിനയം നൽകണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ, കരുണ നൽകണേ അല്ലാ, സാഹോദര്യം നിലനിർത്തണേ അല്ലാ. സ്വല്ലി അല നബി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, കരുണാമയനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ ശരീഫിന്റെ അവസാന രാത്രിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പവിത്രമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മെ അല്ലാഹു പൂർണ്ണമായും ഇഷ്ടപ്പെടുമാറാവട്ടെ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന എല്ലാ പദവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദ്ദുക്കളായ നമുക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മാറ്റി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, ഒരുപാട് അമലുകളെ കുറിച്ചും ഒരുപാട് ഇബാദത്തുകളെ കുറിച്ചും ഖബറിലും മരണസമയത്തും ഖബറിലും പരലോകത്തുമുള്ള രക്ഷാശിക്ഷകളെ കുറിച്ചുമെല്ലാം
വളരെ വ്യവസ്ഥാപിതമായി ചർച്ച ചെയ്ത ഒരു മജ്ലിസാണ് ഇത്. പക്ഷേ നമ്മൾ ഗൗരവത്തോടുകൂടി മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇവിടെ നാം ആദ്യം പറയേണ്ടുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് അവസാനം പറയാൻ പോവാണ്. സാധാരണ അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടതും അതാണ് ആദ്യം പഠിക്കേണ്ടതും. അത് റമദാനിന്റെ അവസാനം നമുക്ക് പഠിക്കാൻ അല്ലാഹു ഒരു അവസരം തന്നിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ മദ്രസയിൽ പോയാൽ, നമ്മുടെ കുഞ്ഞുമക്കളുടെ മദ്രസയുടെ പാഠപുസ്തകം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിനകത്ത് ആദ്യം പഠിപ്പിക്കുന്നത് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും. കുഞ്ഞുമക്കളോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ പറയാറുണ്ട്, ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഇതൊക്കെ പാടിയും പറഞ്ഞും പഠിച്ച് നടക്കുന്ന കുഞ്ഞു പ്രായം. നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ഈമാൻ കാര്യങ്ങൾ, പിന്നെ ഇസ്ലാം കാര്യം. ഇതാണ് നമ്മളെ മനസ്സിനകത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയാന്തരത്തിൽ ഉണ്ടാവുന്നത്. അതാണ്. പക്ഷേ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരം പുലരുന്നത് വരെ സുജൂദ് ചെയ്തു, കണ്ടാൽ വലിയ ദീനീ പ്രവർത്തകനാണ്, നല്ല പ്രവർത്തനമാണ്. വസ്ത്രമെല്ലാം വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നിസ്കാരത്തിഴമ്പൊക്കെ എപ്പോഴും കിതാബ് വായിക്കക്കും, അമല് പഠിക്കക്കും, ആരാധന ചെയ്യക്കും, അത് മാത്രമേ ഉള്ളൂ. നല്ല നല്ല സുന്നത്ത് ഹയാത്താക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ആകെ മൊത്തം നല്ല പ്രവർത്തനമാണ് അയാളെ കണ്ടാൽ അയാളെപ്പോലെ നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുന്ന മറ്റൊരാളില്ല. പക്ഷേ അയാളുടെ വിശ്വാസം ബലഹീനമാണെങ്കിൽ അതൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു വിലയും ഒരു പൈസയ്ക്ക് പോലും ഗുണമുള്ളതാവില്ല. അപ്പൊ ആദ്യം അമലുകളെക്കാൾ ആദ്യം ആവശ്യം എന്താണ്? വിശ്വാസമാണ്. ഒരു മനുഷ്യൻ കുറെ ചെയ്തു, വിശ്വാസമില്ലെങ്കിൽ അവൻ ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? അത് മുഴുവനും പൊളിഞ്ഞ് തരിപ്പണമായി പോകും. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു വിലയും അതുകൊണ്ട് കിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ, എനിക്ക് ശേഷം എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരാനുണ്ട്. യഖ്റഊനൽ ഖുർആൻ, അവർ ധാരാളം ഖുർആൻ ഓതുന്നവരാണ്. വയുസല്ലൂന ഫിൽ മസാജിദ്, അവർ പള്ളികളിൽ നിസ്കരിക്കുന്നവരാണ്. വലൈസ ഫീഹിം ഈമാൻ, അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കാൻ വരും, ഖുർആൻ ഓതാൻ വരും, നല്ല ദീനീ പ്രവർത്തനമൊക്കെയാണ്, പക്ഷേ വിശ്വാസം അവർക്കുണ്ടാവില്ല. അതുകൊണ്ടൊരു ഗുണവും പരലോകത്തും ജീവിതത്തിലും ഇബാദത്ത് ചെയ്തതിന്റെ പേരിൽ ഒരു ഗുണവും അവർക്ക് കിട്ടൂല. അപ്പൊ വിശ്വാസം, നമ്മുടെ അടിസ്ഥാനം വിശ്വാസമാണ്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്, വിശ്വാസത്തിന്റെ പേരിലാണ് ഇന്ന് തർക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഉപരിലോകത്ത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന വിശ്വാസത്തിന് എതിരാണ്. കാരണം അള്ളാഹു അവിടെ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവൻ അള്ളാഹിനെ കുറിച്ച് ഒരു പുല്ലും അറിഞ്ഞുകൂടാത്തവനാണ്. അള്ളാഹ് അവിടെ മാത്രമുള്ളെന്ന് വിശ്വസിക്കുന്നവന് പടച്ചവനെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. അവന് അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അവനറിയില്ല. അതാണ് അവൻ അള്ളാഹു. അവിടെ വിശ്വാസം തെറ്റുകയാണ്. പിന്നെ അവർ കോടിക്കണക്കിന് ജനങ്ങളെ ഉണ്ടാക്കി കമ്പോളത്തിൽ നിസ്കരിച്ചാലും എവിടെ നിസ്കരിച്ചാലും അള്ളാഹിന്റെ മുന്നിൽ വിലയുണ്ടാവില്ല. എന്തുകൊണ്ട് വിലയുണ്ടാവില്ല? വിശ്വാസം തെറ്റിയാൽ. ഈ പറയുന്ന ഞാൻ അടിസ്ഥാനപരമായി വിശ്വാസം തെറ്റിയ ആളാണെങ്കിൽ ഞാൻ ഇനി എത്ര രീതിയിൽ വാത് പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റും, പക്ഷെ എനിക്കതിന് അള്ളാന്റെ മുമ്പിൽ നിന്ന് പ്രതിഫലം കിട്ടില്ല. കാരണം എന്താ? വിശ്വാസമില്ലാത്തവന്റെ അമല് പടച്ചവനെടുത്ത് വേണ്ട. വിശ്വാസമില്ലാത്തവന്റെ അമല് അള്ളാന്റെ അടുത്ത് വേണ്ട. അള്ളാഹു സ്വീകരിക്കൂല. വിശ്വാസം ഉണ്ടെങ്കിലേ സ്വീകരിക്കൂ. അപ്പൊ വിശ്വാസം എന്ത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും കാണാതെ പഠിച്ചതുകൊണ്ട് നമ്മളെ വിശ്വാസമാകൂ? ഇല്ല. അപ്പൊ അടിസ്ഥാനപരമായി ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ആ വിശ്വാസത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുക. കാരണം എന്തെന്നറിയോ? ആ ചർച്ച ചെയ്ത് നമ്മൾ ദുആ ചെയ്ത് നാളെ മുതൽ നല്ലൊരു ജീവിതം നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ മുകളിലൂടെയുള്ള ജീവിതം അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം കേട്ടിട്ട് പിന്നെ നിങ്ങൾ പറയുന്ന ഒരു ദിക്റിന് പഴയതിനേക്കാളും ഒരു സുഖം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾ വിജയിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ്. ഇന്ന് ഈ വിഷയം കേട്ടിട്ട് എനിക്കോ നിങ്ങൾക്കോ, ഈ പറഞ്ഞ എനിക്കോ അല്ലെങ്കിൽ കേട്ട നിങ്ങൾക്കോ ഈമാനികമായ ഒരു സുഖം നമ്മുടെ ഇബാദത്തിൽ അനുഭവപ്പെട്ടാൽ, പ്രത്യേകിച്ച് ഒരു കുളിരനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ വിശ്വാസം അൽഹംദുലില്ലാഹ് പണിപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ്.
ഇന്ന് നമ്മുടെ വിശ്വാസം ചിതലരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിതലരിച്ച് അങ്ങനെ ചിതലരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരെന്തു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് കട്ടി കുറഞ്ഞു പോയത് കൊണ്ടാണ് ആരെങ്കിലും എവിടെയെങ്കിലും മയക്ക് വെച്ച് കെട്ടി എന്തു പറഞ്ഞാലും നമ്മുടെ ഹൃദയാന്തരത്തിലേക്ക് പെട്ടെന്ന് കേട്ട് നമ്മളുടെ ആദർശം പണയം വെച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസം ചിതലരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഉറപ്പുള്ള വിശ്വാസമുള്ളവന് ഒരു പുസ്തകക്കെട്ടിനും എന്റെ പ്രിയമുള്ളവരെ മനസ്സിനെ തണുപ്പിക്കാൻ പറ്റില്ല. ഒരാളുടെ പ്രഭാഷണത്തിനും ഉറച്ച ഒരു വിശ്വാസിയുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസുകൾക്കും അവന്റെ മനസ്സിനെ അലങ്കോലപ്പെടുത്താൻ സാധിക്കില്ല. അത്രത്തോളം വിശ്വാസത്തിൽ ആണ്ട് പൂണ്ട് കിടന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. വല്ലാഹി രക്ഷപ്പെടാൻ സാധിക്കില്ല. 101% രക്ഷപ്പെടാൻ സാധിക്കില്ല. കഴുകക്കണ്ണുകളുമായി പ്രസ്ഥാനങ്ങളെ എന്നെയും നിങ്ങളെയും വിലക്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് നമ്മുടെ വിശ്വാസത്തെ പണിഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ഹൃദയാന്തരത്തിൽ അള്ളാഹു തറപ്പിച്ചു വെച്ചിരിക്കുന്ന വിശ്വാസം നാം ഇപ്പൊ ഹൃദയത്തിൽ നിന്ന് ഇളക്കി വെക്കുക. നമ്മളിപ്പോ ഹൃദയത്തിൽ നിന്ന് ആ വിശ്വാസത്തെ ഇളക്കി നമ്മുടെ കയ്യിൽ വെക്കുകയാണ്. ഓരോ കാര്യം വിശ്വാസത്തിന്റെ പണിപ്പുരയിൽ ചെയ്യേണ്ടുന്ന ഓരോ കാര്യം പറയുമ്പോൾ ആ വിശ്വാസത്തെ ഇന്ന് നാം കഴുകി മിനുക്കിയെടുത്ത് ഇല്ലാത്തതൊക്കെ ഫിറ്റ് ചെയ്ത് തുരുമ്പിച്ചു പോയ സ്ക്രൂ ഒക്കെ നല്ലതുപോലെ എണ്ണയിട്ട് മിനുക്കി രണ്ടാമത് നല്ലതുപോലെ കയറ്റിയെടുത്ത് നല്ല സുന്ദരമായ പക്വതയുള്ള പാകതയുള്ള വിശ്വാസം ഹൃദയത്തിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ നിറങ്ങും. അള്ളാഹു അതിന് ഭാഗ്യം പെരുമാറാട്ടെ. അതിനൊത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുള്ള അടിസ്ഥാനപരമായ അതിന് 4 കാര്യങ്ങളാണ് ആദ്യം ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്, നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം, കുലുങ്ങാൻ പാടില്ല. നമ്മുടെ ഈമാൻ എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിരിക്കുകയാണ്, നമ്മൾ ഉറച്ച വിശ്വാസം അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഈമാൻ ഉറക്കുക? ഈമാൻ ഉറയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പടച്ചോനെ മറന്നുപോകാതിരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വിശ്വാസം ഉറച്ചു. ഇല്ലെങ്കിൽ അതിങ്ങനെ കാറ്റത്താടുന്ന ഇലകളെ പോലെ ആടിക്കൊണ്ട് നിൽക്കുന്നു. അല്ലാഹു കാക്കട്ടെ. നമ്മളെ കല്യാണമായാലും നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാലും അത്യാവശ്യമായി പെരുന്നാളിന്റെ ടൂറാണെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും പടച്ചോന് കൊടുക്കാനുള്ളത്, പടച്ചോന്റെ മുമ്പിൽ ചെയ്യാനുള്ളത് കൃത്യമായി അടിസ്ഥാനപരമായി ഞാൻ ചെയ്തിരിക്കും എന്നുള്ള എവിടെ പോയാലും മാറ്റമില്ലാത്ത ആ ഒരു വിശ്വാസം, അത് അൽഹംദുലില്ലാഹ് ഉറച്ച വിശ്വാസമാണ്. അതിൽ പിന്നെ മാറ്റമില്ല. ഈമാൻ ഇങ്ങനെ ഉറച്ച, ഈ ഈമാൻ ഉറയ്ക്കണമെങ്കിൽ അതിനൊരു പരിപാടി ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും നീ ഈമാനിനെ കുറിച്ച് ആലോചിക്കണം. എന്റെ ഈമാനിന് കോട്ടം പറ്റുന്ന വല്ലതും ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ടോ പടച്ചവനെ? എന്റെ ഈമാനിന് കോട്ടം പറ്റുന്ന വല്ലതും ഇന്നലെ രാത്രി ഞാൻ ചെയ്തിട്ടുണ്ടോ റബ്ബേ? രാവിലെയും രാത്രിയും ഇതേപോലെ ഒരു മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് എപ്പോഴും സദാസമയവും എന്റെ ഹൃദയത്തിലുള്ള പടച്ചോന്റെ വിശ്വാസത്തിൽ ഇന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ചർച്ച ചെയ്തപ്പോൾ ആ വിശ്വാസത്തിന് കോട്ടം വരുന്ന വല്ലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ചുരുക്കി പറയാൻ വിശദീകരിക്കുന്നില്ല. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം, ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദെ ഇന്നിപ്പോ എന്തായാലും ഈത്തിക്കാഫ് ഉണ്ടാവൂലല്ലേ? ഞാൻ പറഞ്ഞു, എന്താ അല്ല, നിങ്ങളുടെ വിഷയമൊക്കെ ഇന്നലെ എല്ലാം പറഞ്ഞു തീർന്നുകൊണ്ട് ഇന്നിനിപ്പോ ഒന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഇനി 365 ദിവസം നമ്മൾ ഈത്തിക്കാഫ് ഇരുന്നാൽ ഇതൊന്നും പറഞ്ഞാൽ തീരണമൊന്നുമല്ല. എന്ന് നിങ്ങൾ വന്നാലും 3 കാര്യം 4 കാര്യം 5 കാര്യം 6 കാര്യം 7 കാര്യം 8 കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ. ഇതെവിടെ തീരാൻ? അള്ളാഹു റസൂല് പറഞ്ഞ ഹദീസ് വായിച്ചാൽ തീരോ? വിശദീകരിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ ആയുസ് മൊത്തവും വായിച്ചാൽ തീരോ? എന്റെ പ്രിയമുള്ളത്, ഞാൻ ഉറങ്ങാതിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഹദീസ് പരിചിന്തനം നടത്തിയിട്ട് പവിത്രമായ 4 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം. വിശ്വാസം ഉറച്ചതാവാൻ നിരന്തരം ഒരു പരിശോധന നമ്മുടെ വിശ്വാസത്തിൽ. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം, എന്തുമാത്രം എന്റെ ഇന്നത്തെ നിസ്കാരം വിശ്വാസവുമായിട്ടൊരു തട്ടി പോയിട്ടുണ്ട്. വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാതെ ചില ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. ഒരു ബന്ധവുമില്ല, നിസ്കരിച്ചു എന്ന് പറയും, എഴുന്നേറ്റങ്ങ് പോകും. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ തട്ടി നിസ്കരിക്കണം എങ്ങനെയാ? അത് നിസ്കാരം ഒരു നിസ്കാരം തന്നെയാണ്. ആ നിസ്കാരം ഒരു നിസ്കാരം തന്നെയാണ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ഞാനൊരു ഭക്ഷണപ്പൊതി നിന്റെ കയ്യിൽ തരും. അത് സമുദ്രത്തിന്റെ മറുകരയിൽ ഇരിക്കുന്ന വയോവൃദ്ധനായ നരച്ച ദാടിയുള്ള അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. ഭാര്യ പറഞ്ഞു, ചെയ്യാം. ആ ഭക്ഷണവും വാങ്ങി സമുദ്രത്തിന്റെ കരയിൽ വരുമ്പോൾ അക്കരയ്ക്ക് പോകാൻ അവിടെ തോണിയില്ല. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തു,
ഇപ്പുറത്ത് നിന്നുകൊണ്ട് നീ വിളിച്ചു പറയണം, അക്കരെ കിടക്കുന്ന തോണി തുഴയാൻ ആളില്ലാതെ തുഴയില്ലാതെ അവിടെ നിന്ന് ഇവിടെ വരാൻ ഒരു പരിപാടിയുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, ഇന്ന് വരെ സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയുടെ ശാരീരിക ബന്ധത്തിന്റെ സുഖം അറിഞ്ഞിട്ടില്ലാത്ത ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അക്കരെ കിടക്കുന്ന തോണിയെ നീ ഇക്കരെ വന്ന് എന്നെയും കൊണ്ട് അക്കരേക്ക് പോണമെന്ന് വിളിച്ചു പറയണമെന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ ഭാര്യ ചിന്തിക്കുകയാണ്, എന്താ പറഞ്ഞത്? ഭാര്യയുടെ ശാരീരിക സുഖത്തിൽ നിന്നും ഇന്ന് വരെ ഒരല്പം പോലും അനുഭവിച്ചിട്ടില്ലാത്ത ലുഖ്മാൻ അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് തോണി വിളിക്കുക. ഭാര്യ മനസ്സുകൊണ്ട് ചിന്തിച്ചു, നല്ല പരിപാടിയാണ്. ഏത് ഭാര്യയ്ക്കത് താങ്ങാൻ പറ്റും? നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ഭാര്യയാണെങ്കിൽ അപ്പോഴേ ചിരവെടുത്ത് മണ്ടക്കിടിക്കും. നിങ്ങൾ പിന്നെ എന്തോന്ന് മരിച്ച എത്രയും കാലം അനുഭവിച്ചു എന്ന് ചോദിക്കും. അത് ചോദിക്കില്ലേ? അത് വെറുതെ അല്ല, അങ്ങനെ ചോദിക്കും. അതൊരു പെണ്ണിന്റെ താങ്ങാൻ പറ്റൂല. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാനോ നിങ്ങളോ അങ്ങനെ പറഞ്ഞാൽ സ്നേഹമുള്ള ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റൂല, ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ ഭർത്താവ് പറഞ്ഞ ജോലിയാണ്. അതിനിടയിൽ ഒരു ചോദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണപ്പൊതിയും കൊണ്ട് അവിടെ പോയി ഇതേപോലെ വിളിച്ചു പറഞ്ഞു. അത്ഭുതകരമായി തോണി വന്നു, അതിനകത്ത് കയറി അക്കരെ പോയി. അക്കരെ പോയപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞതുപോലെ ഒരു വയോവൃദ്ധൻ നരച്ച താടിയും തസ്ബീഹായിട്ട് അവിടെ ഇരിക്കാൻ. അവിടെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവ് തന്നയച്ചതാണ്, അവിടത്തേക്ക് ഭക്ഷണം തരാൻ പറഞ്ഞു. അയാൾ വളരെ സന്തോഷമായിട്ട് വാങ്ങി ആ ഭക്ഷണപ്പൊതിയെല്ലാം നിവർത്തി വെച്ച് നല്ലതുപോലെ കഴിച്ചിട്ട് പറഞ്ഞു, ഇനി പാത്രവും കൊണ്ട് തിരിച്ചു പോകുമ്പോ ഈ തോണി വീണ്ടും അക്കരെ പോയിട്ടുണ്ടാവും. ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു പറയണം, ഇന്ന് വരെ നല്ല ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത ഒരു വയോവൃദ്ധനായ പിതാവിന്റെ ബറക്കത്ത് കൊണ്ട് തോണി അവിടെ നിങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ പെണ്ണുമുള്ളക്കാണെങ്കിൽ കലിയേറി ഒന്ന് പറയണത് മൊത്തം വിപരീതവും കാണിക്കണം, കൊണ്ടു കൊടുത്തത് മൊത്തം നോക്കുകൂട്ട വാരി തിന്നിട്ട് പറയാം എന്ന് വരെ രുചി അറിഞ്ഞിട്ടില്ല എന്ന ഭക്ഷണത്തിന്റെ. പക്ഷെ ഭർത്താവ് ഏൽപ്പിച്ച ജോലിയാണ്. എങ്ങനെ അതിനെതിര് പ്രവർത്തിക്കും, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു ചോദിക്കും? ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതേപോലെ ഇക്കരെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, തോണി വന്നു, അതിൽ കയറി അക്കരെ പോയി. ചെന്ന ഉടനെ തന്നെ, വേറെ ഒരു വിശേഷവും പറയണില്ല, ചെന്ന ഉടനെ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്കിതിന്റെ അർത്ഥം മനസ്സിലാകുന്നു. നിങ്ങൾ പറഞ്ഞതും ആ വയോവൃദ്ധൻ പറഞ്ഞതും രണ്ടും ഏകദേശം തുല്യമാണ്. എന്താണ് അതിന്റെ പൊരുൾ? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിനക്കതിനുള്ള പരുവമായിട്ടില്ല, സമയമാകുമ്പോ പറഞ്ഞു തരാം. നമ്മൾ ഭർത്താക്കന്മാരുണ്ട്, പെണ്ണ് കെട്ടാൻ പോണവരുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യമേ പെണ്ണുങ്ങളോടെല്ലാം തുറന്നു പറയാൻ പാടില്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, ഇനി എന്റെ മനസ്സിൽ കളങ്കമില്ല, ഇന്ന് മുതൽ ഞാൻ സോക്രട്ടീസാണ് എന്നൊക്കെ പറഞ്ഞ് പെണ്ണിന്റെ അടുത്ത് നിന്റെ ജീവിതം മൊത്തം പറഞ്ഞു കൊടുത്താൽ പടച്ചവനാണ് പറഞ്ഞിരുന്നതിന് മുമ്പ് വെട്ടിയെടുത്തുകൊണ്ട് അവളെ വെട്ടിപ്പോയി. നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എല്ലാം പറഞ്ഞ് ഇന്ന് മുതൽ എല്ലാ തെറ്റും ചെയ്ത്, ഞാൻ പണ്ട് അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, എനിക്ക് ആ ജോലിയായിരുന്നു, ഈ ജോലിയായിരുന്നു, ഞാൻ മതിരാടിയിട്ടുണ്ട്, വേരിയാടിയിട്ടുണ്ട്, കുളത്തിൽ ചാടിയിട്ടുണ്ട്, ഇതൊക്കെ നിന്റെ ഭാര്യയോട് നീ പറഞ്ഞു കൊടുക്കുമ്പോ ഈ പെണ്ണത് കേട്ടിട്ട് ഈ പെണ്ണ് ചിലപ്പോൾ ഇങ്ങോട്ടൊന്നും പറഞ്ഞു തരൂല. കേട്ടിട്ട് ആ പെണ്ണിന്റെ മനസ്സ് പറയും, അള്ളാഹു എവന്റെ കൂടെയാണോ ഞാൻ ഇനി ജീവിക്കേണ്ടത്, ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാം തുറന്നു പറയാൻ പാടില്ല. തുറന്നു പറയുന്നതിനൊരു പരിധിയുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് രഹസ്യങ്ങളൊന്നും വേണ്ട, പക്ഷേ നിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ തുറന്നു പറയുന്നതിന് ഒരു പരിധിയുണ്ട്. എല്ലാം അങ്ങനെ പറയാൻ പാടില്ല. അത് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളതും കൂടിയാണ്. പ്രത്യേകിച്ച് പെണ്ണാണ്. ആണിനെ കിട്ടിയ കുഴപ്പമില്ല, പെണ്ണാണ്. പെണ്ണിനെയാണെങ്കിൽ ആ പെണ്ണിനോട് നമ്മൾ ഒരുപാട് പരിധികൾ പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു പെണ്ണാണ്, അതുകൊണ്ട് നിന്നോട് ഈ വിഷയം പറയണമെങ്കിൽ അതിനുള്ള ഒരു സന്ദർഭവും സമയവും എത്തിയേ പറയാൻ പറ്റൂ. അതാവട്ടെ, ഇൻഷാ അല്ലാഹ് പറയാം. ഈ പെണ്ണിങ്ങനെ കാത്തിരിക്കുകയാണ് സമയമാവാൻ. ഒടുവിൽ ഒരു കല്യാണത്തിന് സമയമായ അടുത്ത്, സാധാരണ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാത്രമല്ല പണ്ട് മുതലേ 10 ആൾക്കാർ കൂടണ സ്ഥലത്ത് പോവാൻ വലിയ ഉത്സാഹമാണ്. 10 പേര് കൂടിയിരിക്കുന്ന സ്ഥലത്ത് പോവാൻ വലിയ ഉത്സാഹമാണ്. സ്ത്രീകളെല്ലാവരും ഈ നിസ്കരിക്കാനും അതുപോലെ സ്ത്രീകളെല്ലാവരും പിന്നെ ക്ലാസ് വെച്ചാലും ഒരുമിച്ച് കൂടുന്നത് ഈമാനികമായ ആവേശം കൊണ്ടാണെന്ന് ആരും കരുതണ്ട. അതൊരു രസമാണ് അവർക്ക്. പിന്നെ ചെന്നിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പഠിക്കും. പെരുന്നാൾ നിസ്കാരം ഈ ഈദ്ഗാഹൊക്കെ നടത്തുമ്പോ പെണ്ണുങ്ങൾ പറഞ്ഞ എന്തുകൊണ്ടാ, പടച്ചോന്റെ പ്രതിഫലം ദാ വന്ന് വീണ്, അതിന് വേണ്ടിയിട്ടല്ല. മനോരമ പത്രം നൂത്ത് നോക്കിയാൽ കാണാൻ കൂടും കുത്തി കിടക്കണത് കുറെ. ഇതാരെ പടം ഇതിലാദ്യം വരും? ആലോചിക്ക്. ഫ്രണ്ട് സഫി നിൽക്കാൻ വേണ്ടി അടിയാ.
നാളെ ഈദ്ഗാഹ നടക്കൂലെന്ന് പറഞ്ഞു. പിറ കണ്ടാലും നടത്തുമെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ നടക്കുന്ന നിസ്കാര വേളകളിൽ ഫ്രണ്ട് സഫിൽ നിൽക്കാൻ വേണ്ടി അടിയാ. എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കണം. സ്ത്രീകൾ വരുന്നത് ഈമാനികമായ ആവേശം കൂടിയിട്ടാണെന്ന് ആരെങ്കിലും കരുതിപ്പോയെങ്കിൽ അത് തെറ്റാണ്. അതിനല്ല വരുന്നത്. അങ്ങനെ വരുന്നത് 100 സ്ത്രീകൾ വന്നാൽ അതിൽ 5ഓ 6ഓ സ്ത്രീകൾ ഉണ്ടാവും. നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? അങ്ങനെയുള്ള സ്ത്രീകൾ തറാവീഹ് കഴിഞ്ഞിട്ട് ശങ്കരനാട് സ്റ്റേഡിയത്തിൽ മോഹൻലാലിന്റെ സ്ക്രീൻ പരിപാടി കണ്ടുകൊണ്ട് നിൽക്കൂ? തിരുവോണത്തിന് നിൽക്കൂല. അങ്ങനെയുള്ള സ്ത്രീകൾ വളരെ കുറവാണ്. ഇല്ലാന്ന് ഞാൻ പറയണില്ല, ഉണ്ട്. പക്ഷെ വളരെ കുറവാണ്, വളരെ കുറവാണ്. അത് അവർക്കൊരു രസമാണ്. ഇന്ന് ഈ രാത്രിയിൽ പള്ളിക്കകത്ത് സ്ത്രീകൾക്ക് ഈത്തിക്കാഫ് വെച്ചാൽ ഏതെങ്കിലും പള്ളിയിൽ എന്റെ പ്രിയമുള്ളവരെ നിന്ന് തിരിയാൻ സ്ഥലമുണ്ടാവോ? ആലോചിച്ച് നോക്കി. നിങ്ങളെക്കാളും വലിയ ഈമാൻ അവർക്കുള്ളത് കൊണ്ടല്ല, അതവർക്കൊരു സുഖമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ പള്ളിക്കകത്ത് 10 ദിവസവും ചെറുപ്പക്കാർ പറയും, അള്ളാഹു അടുത്ത വർഷമാണ് ഇങ്ങനെ അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ സെറ്റപ്പ് ആയിരുന്നു. 10 ദിവസവും ഈ പള്ളിക്കകത്ത് സ്ത്രീകൾക്ക് ഈത്തിക്കാഫ് വെച്ചാൽ നിന്ന് തിരിയാൻ സ്ഥലമുണ്ടാവില്ല. പുറംപള്ളിയും അകംപള്ളിയും മുകളിൽ കഞ്ഞി വെക്കുന്ന അടുക്കളയ്ക്കകത്ത് വരെ പരമ്പ് വിരിച്ച് നിസ്കരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഈമാൻ കൂടിയത് കൊണ്ടല്ല. സ്ത്രീകളെ വിളിച്ചാൽ അവര് വരും. ഒരു പ്രസ്ഥാനം വിളിച്ചു നോക്കട്ടെ, ഒരു സംഘടന വിളിച്ചു നോക്കട്ടെ, അവരതിനു വേണ്ടി ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. വീട്ടിന്റെ അകത്ത് കിടക്കുന്ന ഈ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ ജനങ്ങൾ അവരെ ശ്രദ്ധിക്കുമെന്നറിയാം. നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ തറാവീഹ് നിസ്കരിക്കാൻ പോണ പെണ്ണുങ്ങൾ നമ്മൾ നോക്കുക, നമ്മൾ തറാവീഹിന് പോകണം. വേറെ ഒരു പെണ്ണ് സാധനമാക്കിയ പോലെ നമ്മൾ നോക്കൂല, തറാവീഹിന്. അപ്പൊ തറാവീഹിന് പോകുമ്പോ എന്റെ ജനങ്ങൾ ശ്രദ്ധിക്കും. മറ്റ് ഏത് കാര്യത്തിന് വിളിച്ചാലും അവർ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും പെണ്ണ് തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും പെങ്ങളുടെ ഭാര്യയുടെ ഉമ്മയുടെ പെണ്ണാണെങ്കിൽ അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള വിചാര ചിന്തകളെല്ലാം ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു. പെണ്ണാണോ ലോകത്തുണ്ടാവും, എല്ലാം ഉണ്ടോ? അങ്ങനെ വന്ന് ചോദിച്ചു, കല്യാണം ഒന്ന് എനിക്ക് പോണം. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഞാനൊരു വിളക്ക് കത്തിച്ച് നിന്റെ കയ്യിൽ തരും. അതണയാതെ നീ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരണം. പോണ വഴിയിൽ വിളക്കണഞ്ഞു പോയാൽ വന്നു കയറിയ ഉടനെ നിന്നെ ഞാൻ തൊലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ നീ എന്റെ ഭാര്യയല്ല. നമ്മുടെ പെണ്ണുപിള്ളയുടെ നമ്മൾ പോയിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു 110ന്റെ ബൾബ് കത്തിച്ചു തരും, നീ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്നവരെ അണയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അങ്ങനെയല്ലോ നമ്മൾ പറയോ? നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ, അങ്ങനെയുള്ള വിഷയത്തിൽ നമ്മൾ തർക്കിക്കരുത്. അവര് പറയും, അവര് നമ്മളെ കണ്ടുകൊണ്ട് ജീവിക്കണം. അവര് പറയും, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അവര് പറയും, നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഞൊടിച്ചാൽ മതി, എത്ര ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് വേണം? ക്യൂ ആണ്. നിങ്ങൾ വിചാരിച്ചെന്താ നിങ്ങളെ ഈ കൂതറ മൂക്കും തലയും കണ്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കണം? അല്ലാഹു അക്ബർ. അവരാരും അതിൽ വീഴൂല എന്റെ പ്രിയമുള്ളവര്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും തർക്കിക്കാൻ പോകണ്ട. പെണ്ണുങ്ങളെ പിണക്കാതെ ഒരു പരുവത്തിന് കൊണ്ടുപോകാൻ അത്രയും നല്ലത്. അതിന് കുടുംബജീവിതത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചാൽ നല്ലതാണ്. ശരിക്കും പഠിച്ചാൽ രസമായിട്ട് ജീവിക്കും. എന്ത് രസമാണെന്നറിയോ? കുടുംബജീവിതത്തെ കുറിച്ച് ശരിക്കും പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം. പഠിച്ചാൽ ഇസ്ലാമികമായ രീതിയിലാണ് പഠിക്കേണ്ടത്. ആരെങ്കിലും എഴുതിയ കുറെ പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പഠിച്ചാൽ വളരെ വളരെ രസമാണ്. 99-ാം പക്കത്തിലും ഭാര്യയെ കാണാനുള്ള അവന്റെ കണ്ണിന്റെ ആവേശം, അടുത്തിരുന്ന് സംസാരിക്കാനുള്ള കൊതി, അതുണ്ടാവും. അത് കിട്ടുപോവില്ല. അള്ളാഹു അങ്ങനെയുള്ള കുടുംബജീവിതം നമുക്ക് തെരുമാറാകട്ടെ. അതാണ് ആവശ്യം, അല്ലേ? പെണ്ണ് കെട്ടണ്ടേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല നല്ല സ്വാലിഹത്തായ ഭാര്യമാരെ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അപ്പോ കല്യാണത്തിന് പോകണമെന്ന് തീരുമാനിച്ചു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നിബന്ധന അനുസരിക്കുകയാണെങ്കിൽ പൊയ്ക്കോ. ശരി, നിബന്ധന ഞാൻ അനുസരിച്ചോളാം. തീരുമാനിച്ചു. വിളക്ക് കത്തിച്ചുകൊണ്ട് കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? ജനങ്ങൾ അധികമുണ്ടായിരുന്നോ? പുതുമണവാട്ടി എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? കല്യാണത്തിന് ഭക്ഷണമുണ്ടായിരുന്നോ? വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അണയാത്ത വിളക്ക് കൊണ്ടുവന്ന് മുമ്പ് വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കല്യാണം ഒരുപാട് ജനങ്ങളുള്ള നല്ലൊരു സംഗമമായിരുന്നു. പക്ഷേ അതിന്റെ സുഖമറിയാൻ, അതിന്റെ രസമറിയാൻ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെന്നറിയോ? ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും പുതുമണവാട്ടിയെ നോക്കുമ്പോഴും
കല്യാണത്തിന് പോകുമ്പോഴും ജനത്തിരക്ക് കാണുമ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത എന്തെന്നറിയോ? നിങ്ങൾ എന്റെ കയ്യിലേക്ക് കത്തിച്ചു തന്നിരിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് കെട്ടുപോകുമോ, അത് അണഞ്ഞു പോകുമോ, അതിന്റെ പ്രകാശം കാറ്റടിക്കുമ്പോ കെട്ടുപോകുമോ എന്ന് പേടിച്ചുകൊണ്ട് എന്റെ മുഴുവൻ ശ്രദ്ധയും അതിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ നടന്ന ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മാപ്പാക്കണേ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, പെണ്ണേ, കുറെ ദിവസങ്ങൾക്ക് മുമ്പ് നീ എന്നോടൊരു സംശയം ചോദിച്ചല്ലോ. നീയുമായിട്ട് എത്രയോ രാത്രികളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ് ഞാൻ, പക്ഷേ നിന്റെ ശരീരത്തിന്റെ സുഖം ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് സംശയം ചോദിച്ച പെണ്ണേ, സമുദ്രത്തിന്റെ കരയിലിരുന്നു കൊണ്ട് നീ കൊണ്ടു കൊടുത്ത ഭക്ഷണം മുഴുവനും കഴിച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്ന് നിന്നോട് പറഞ്ഞപ്പോ എന്നോട് പരാതി പറഞ്ഞ പെണ്ണേ, അവര് ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ നീയുമായി ബന്ധപ്പെടുമ്പോൾ സന്തോഷത്തിൽ സഹകരിക്കുമ്പോഴുമല്ല എന്റെ ചിന്ത നിന്നിലല്ല, എന്റെ ചിന്ത ഭക്ഷണത്തിലല്ല. അല്ലാഹു എന്റെ ഹൃദയത്തിനകത്ത് കത്തിച്ചു തന്നിരിക്കുന്ന ഈമാൻ എന്ന് പറയുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് അണഞ്ഞു പോകുമോ, ആ വിളക്ക് കെട്ടുപോകുമോ, ആ വിളക്കിന്റെ പ്രകാശം മങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത് പെണ്ണേ. അതുകൊണ്ടാണ് നിന്റെ സുഖമറിയാത്തത്, അതുകൊണ്ടാണ് ഭക്ഷണത്തിന്റെ രുചി അറിയാത്തത് എന്ന് പറഞ്ഞപ്പോ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രിയപ്പെട്ടവരുടെ മടിത്തട്ടിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ, നിങ്ങൾ മനസ്സിനകത്തേക്ക് ഇരുത്തിയതുപോലെ രാജാതിരാജനായ സൃഷ്ടാവായ തമ്പുരാനെ ഉൾക്കൊള്ളാ ഈ പാവപ്പെട്ടവൾക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അവർ ചിന്തിക്കുകയാണ്, അവരുടെ ഹൃദയത്തിലുള്ള ഈമാനിന് വല്ല കോട്ടവും വരുമോ? നമ്മളോ വായി തോന്നണ 10 പറയാനൊരു അവസരം കിട്ടിയാൽ പറഞ്ഞിട്ട് നമ്മളെ വിചാരം ഈ അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് അടിച്ചു വിടുമ്പോ പടച്ചോനെല്ലാം അങ്ങോട്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാര്, ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ നോക്കിയിട്ട് പറയും, നിങ്ങൾ 5-6 അസ്തഗ്ഫിറുല്ലാഹ് പറയും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ധാരണ അതാ, എന്തും ചെയ്യാം, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. ഒരു അസ്തഗ്ഫിറുല്ലാഹ് തമാശയ്ക്ക് ആരെങ്കിലും പറഞ്ഞാൽ അതിന് പകരം 40 അസ്തഗ്ഫിറുല്ലാഹ് പറയണം എന്ന് റാബിയത്തുൽ അദവിയ നഫീസത്ത് മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല എന്ന് പറയാൻ. ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഒരാൾ പറഞ്ഞു, തമാശയ്ക്ക് വെറുതെ കളിയാക്കാൻ വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറഞ്ഞാൽ ആ പാപം പൊറുക്കണമെങ്കിൽ അതിന് പകരം 41 പ്രാവശ്യം വേറെ ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്നാണ്. ആലോചിച്ച് നോക്കി, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസവും തമ്മിലുള്ള ബാന്ധവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈമാൻ ഉറച്ചതാവണോ? ചിന്തിച്ചേ പറ്റൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്തും, ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്തും, മക്കളെ വളർത്തുന്ന സമയത്തും, പെരുന്നാളിന് തുണിയെടുക്കാൻ പോകുന്ന സമയത്തും, കുളിക്കുമ്പോഴും, ആ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ എല്ലാ സമയത്തും നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനിന് ചാഞ്ചാട്ടമുണ്ടാകുന്ന പ്രവർത്തനമുണ്ടോ എന്ന് ചിന്തിക്കണം. അത് നിർബന്ധമായ ചിന്തയായിരിക്കണം. അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോ ഇന്നു മുതൽ നമ്മുടെ ഈമാൻ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പരിപാടി എന്താ? നിസ്കരിക്കുമ്പോൾ ഈ നിസ്കാരവും എന്റെ വിശ്വാസവും തമ്മിൽ ബന്ധപ്പെട്ടാണോ നിസ്കരിക്കുന്നത്? അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് എന്ത് രസമാണെന്നറിയും, ആ നിസ്കാരത്തിന് എന്ത് സുഖമാണെന്നറിയുമോ? അതേപോലെ തന്നെ നമ്മൾ തീരുമാനിക്കണം, എല്ലാ പ്രവർത്തനങ്ങളും, ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്റെ സംസാരം ഞാൻ വിശ്വസിക്കുന്ന എന്റെ ആദർശത്തിന് കളങ്കം ചാർത്തുന്ന സംസാരമാണോ? വൃത്തിഹീനമായ സംസാരങ്ങളുണ്ട്. ചില ചെറുപ്പക്കാരെ നാക്കെടുത്താൽ വൃത്തിഹീനമായ വില കുറഞ്ഞ വാക്കുകൾ, പിന്നെ വല്ലാത്ത അലങ്കോലമുള്ള സംസാരങ്ങൾ പാടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ വില കുറഞ്ഞവരായി മാറി. ഒരു വിശ്വാസിയുടെ സംസാരം സംസ്കാരമുള്ള സംസാരമായിരിക്കണം. ചുമ്മേ ആവശ്യമില്ലാതെ മോശത്തരങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത് ഒരു കാര്യം പറഞ്ഞു, ഈമാൻ ഉറച്ചതായിരിക്കണം. ഈമാൻ ഉറച്ചതായിരിക്കണം. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മുമ്പേ ഒരിക്കൽ ഒരു ജൂതനാര മനുഷ്യൻ ഒരു കുപ്പി നിറച്ച് വിഷം എടുത്തു വെച്ചിട്ട് വരികയാണ്. വിഷം, ഒരു കുപ്പി നിറയെ വിഷവും കൊണ്ടുവന്ന് ഖാലിദ് റളിയല്ലാഹുവിന്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ വിഷം നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാം എന്ന് പറയാണ് ഒരു ജൂതനായ മനുഷ്യൻ. ഒരാളെ ഹിദായത്തിൽ കൊണ്ടുവന്നാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു
ആ കുപ്പി അങ്ങോട്ട് വാങ്ങി. നമ്മളെടുത്ത് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പറയാം, ഈ ഈത്തിക്കാവ് 10 ദിവസം ഇരിക്കാൻ പോയ ആളല്ലേ, അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി വിഷം നമ്മൾ വാങ്ങുകയാണ് അവന്റെ കയ്യിൽ. നമ്മൾ കുടിച്ചിട്ട് ജീവിച്ചിരുന്നാൽ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ വന്നിട്ട് പറയുന്നു അവൻ ഇസ്ലാം മതം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇവിടെ ഉള്ള നേതാന്മാരെ കൊണ്ട് സഹിക്കാൻ പോയി, നീ കൂടെ ഇസ്ലാമിലേക്ക് വരേണ്ട കുറവുള്ളൂ, അത് ഞാൻ കുടിച്ച് ചത്തിട്ട് വേണം നിനക്ക് വരാൻ പോടാന്ന് പറയും. നമ്മൾ ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ളവർ ഇപ്പൊ എന്റെ അടുത്ത് വന്നാലും നമുക്ക് അത് കുടിക്കാനൊരു ധൈര്യം, അത്രത്തോളം ഈമാനികമായ പവർ എനിക്കോ നിങ്ങൾക്കോ ഈ ഭൗതികമായ സാഹചര്യത്തിൽ ഇന്ന് വരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഈമാനിന് ആ പവർ ഉണ്ടാക്കാൻ പറ്റും. ആ പവർ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കിയവർ ലോകത്തുണ്ടായിട്ടുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കാത്തത് എന്താ? നമ്മൾ പറയും, നിങ്ങൾ കേൾക്കും, ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഹറാമ് കാണുന്നു കേൾക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴും ഹറാമ് കാണുന്നു കേൾക്കുന്നു, അതുപോലെ ഹറാമിയത്ത് കഴിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, നമ്മൾ അറിയുന്നു അറിയാതെയും. പക്ഷെ ഇതൊന്നും അറിഞ്ഞും അറിയാതെയും ബന്ധപ്പെടാതെ നല്ല ഉറച്ച ഹൃദയത്തിൽ ഈമാൻ അടിച്ചു വെച്ച എത്രയോ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് തുറന്നു തരാൻ പറഞ്ഞു വിഷം, ഞാൻ കുടിക്കാം. ഖാലിദ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ആ വിഷക്കുപ്പി അങ്ങോട്ട് കിട്ടി കുടിക്കാൻ നേരത്ത് പോയപ്പോ ഈ ജൂതനായ മനുഷ്യനെ എത്തി നോക്കിയാൽ മുസ്ലിയാക്കന്മാരെ വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പോൾ ചരിച്ചിളഞ്ഞിട്ട് കുടിച്ചെന്ന് പറഞ്ഞാൽ എത്തി ഇങ്ങനെ നോക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കൂടുതൽ എത്തി നോക്കില്ല, നിന്റെ മണം അടിച്ച് നീ ചത്തുപോയ പിന്നെ ഇസ്ലാമതം സ്വീകരിക്കാൻ നിന്റെ അച്ഛനെ ഉണ്ടാവുള്ളൂ, മാറിയിരിക്കാൻ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാം. കാരണം ഇസ്ലാമതം സ്വീകരിക്കാൻ ആള് വേണം. ഖാലിദ് റളിയല്ലാഹു അൻഹു കുടിക്കാൻ പോവാണ്. ഇയാൾ എത്തി നോക്കി എന്നെ മണം അടിച്ച് ഇതിന്റെ വിഷത്തിന്റെ വീര്യം കൊണ്ട് കീഞ്ഞു പോയാൽ പിന്നെ ആര് ഇസ്ലാമതം സ്വീകരിക്കുക? അതുകൊണ്ട് ദൂരോട്ടില്ല, ഞാൻ കുടിച്ചോളാം. അങ്ങനെ അയാൾ ദൂരോട്ട് നിൽക്കുക. ഖാലിദ് റളിയല്ലാഹുവിന്റെ വിഷക്കുപ്പി അങ്ങോട്ട് കയ്യിലെടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. എന്റെ സഹോദരങ്ങൾ, ഈ ദിക്റ് പഠിക്കണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം വഹുവസ് സമീഉൽ അലീം. അവര് പറയുമ്പോ അത് പറഞ്ഞത് തന്നെയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാവിലൂടെ ബിസ്മില്ലാ എന്ന് വരുമ്പോ അള്ളാഹുവിന്റെ മുഴുവൻ ശക്തീകരണവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് നസ്റായിട്ട് ഇറങ്ങി വരികയാണ്, ഹിഫ്ളായിട്ട് ഇറങ്ങി വരികയാണ്. നമ്മൾ എത്ര കോടിക്കണക്കിന് ദിക്ർ ചൊല്ലിയിട്ടും എന്തേ എന്റെ പ്രിയമുള്ളവരെ നമുക്കത് സാധിക്കാത്തത്? നമ്മുടെ വിശ്വാസത്തിന്റെ കുഴപ്പമാണ്, പടച്ചോന്റെ കുഴപ്പമല്ല. ചില ആൾക്കാർ പറയും, ഇപ്പൊ പടച്ചോൻ നമ്മൾ പഴയതുപോലെ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കണില്ല, അള്ളാഹു ഭയങ്കര ബിസിയായിപ്പോയി. അല്ല, നമുക്കാണ് കുഴപ്പം, പടച്ചോനല്ല. പടച്ചോൻ പഴയ പടച്ചോൻ തന്നെയാണ്. ആ പടച്ചോൻ ഒരു മാറ്റവും വന്നിട്ടില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിചയപ്പെടുത്തിയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയ മുത്തുനബിയുടെ പരിശുദ്ധമായ മുത്തുമണികൾ ഇറ്റ് വീഴുന്ന നാവിൻ തുമ്പിലൂടെ ലോകത്ത് പഠിപ്പിച്ച പടച്ചോൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നത് മനുഷ്യനാണ്. മാറ്റം വന്നത് മനുഷ്യനാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു മാറാത്ത ഉറച്ച ഹൃദയത്തോടെ ഈമാൻ ഉറച്ച ആണിക്കല്ലുകൊണ്ട് ഹൃദയാന്തരത്തിൽ തറപ്പിച്ചു വെച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അതാ ഈ ദിക്ർ പറഞ്ഞിട്ട് ആ വിഷമങ്ങ് കുടിക്കുകയാ. ജൂതനാര മനുഷ്യൻ സ്തബ്ധനായി നിന്നുപോയി, പൊട്ടിക്കരഞ്ഞു പോയി, കൈകാലുകൾ വിറച്ചുപോയി. ഷഹാദത്ത് കലിമ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയാൻ പറഞ്ഞപ്പോ നാവ് കൊണ്ട് ശബ്ദിക്കാൻ പോലും കഴിയാതെ ഭയന്ന് വിറച്ചുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വീണുപോയി. കാരണം എന്താ? ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രോമത്തിന് പോലും പ്രശ്നമുണ്ടായില്ല. എന്തുകൊണ്ടെന്നറിയോ? അവരുടെ ഈമാൻ ഉറച്ചുപോയത് കൊണ്ടാണ്. അവരുടെ ഈമാൻ ഉറച്ചുപോയത്. ഈമാൻ ഉറച്ചാൽ ലോകത്ത് ഒരാളെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരാളെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. ഈമാൻ ഉറച്ച കണ്ണുകളെ, ഈമാൻ ഉറച്ച ശരീരങ്ങളെ മറ്റുള്ളവർ കണ്ടാൽ അവർ പേടിക്കുമെന്നാണ്. ബദർ യുദ്ധത്തിന്റെ രണാകണത്തിൽ പ്രിയപ്പെട്ട 313-17 വരുന്ന അനുഗ്രഹീതരായ സഹാബികൾ നിരന്നു നിന്നപ്പോ ആയിരക്കണക്കാന ഇസ്ലാമിന്റെ ശത്രുക്കൾ കണ്ടു പേടിച്ചു പോയത് എന്തുകൊണ്ടാണ്? അവരുടെ ഈമാനിന്റെ തിളക്കം. പലസ്തീനിലെ ഇന്തിഫാദയുടെ പ്രിയപ്പെട്ട 8 വയസ്സായ കരിങ്കല്ല് പറക്കി മാത്രമെറിയാൻ കരുത്തും കഴിവുമുള്ള ഇന്തിഫാദയുടെ മക്കളെ കണ്ട് അമേരിക്കന്റെ പട്ടാളം 10 കണക്കിന് വില വരുന്ന മിസൈല് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? ഈ
ഫലസ്തീനിന്റെ മക്കളുടെ കയ്യിലിരിക്കുന്ന കല്ലിന്റെ ശക്തി കണ്ടിട്ടല്ല, അതെറിയാൻ വേണ്ടി അവർ ഓങ്ങി വെച്ചിരിക്കുന്ന കണ്ണിന്റെ ഈമാനികമായ വീര്യം കണ്ടിട്ട് ഒരു പള്ളിയുടെ നടയിൽ നിന്ന് അമേരിക്കൻ പട്ടാളക്കാർ ആയുധം വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു പോയെങ്കിൽ ഈമാനിന്റെ കരുത്ത് ആ കണ്ണുകളിൽ വന്നതുകൊണ്ടാണ്. ഈമാനിന്റെ കരുത്ത് ആ കണ്ണുകളിൽ വന്നതുകൊണ്ടാണ്. നമ്മൾ ആലോചിക്കണം. നമ്മൾ വലിയ ഈമാനുള്ളവരെന്ന് പറയുമ്പോ നമ്മൾ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെടാൻ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരും അള്ളാണപ്പ നിങ്ങൾ അങ്ങോട്ട് വരാതിരിക്കണം എന്തിനാണ്, നമ്മൾ പരിഹരിച്ചോളാം. നമ്മൾ വലിയ ഈമാനിന്റെ കണ്ണും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അതോടുകൂടി കൊള്ളാവില്ല. അത്രയ്ക്ക് നമ്മുടെ വിശ്വാസം മാറ്റു കുറഞ്ഞു പോയി. എന്റെയും നിങ്ങളുടെ ഈ പറയണ ഞാൻ എടുക്കണമെന്നല്ല പറയാ, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. മരിക്കുന്നത് വരെ ആ ഒരു നെയ്യത്തിലൊരു ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ ആ ശ്രമത്തിനിടയിൽ മരണപ്പെട്ടാൽ അള്ളാഹു ആ ഈമാൻ മരണസമയത്തെങ്കിലും നമുക്ക് തരും. നമ്മൾ ശ്രമിച്ചു പോയത് കൊണ്ട്, നമ്മൾ പരിശ്രമിച്ചത് കൊണ്ട്. അപ്പോ ഈമാൻ ഉറപ്പിച്ച ഹൃദയമായി നമ്മൾ മാറണം. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ആലോചിച്ച് നോക്ക്. ജറാഹ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാനുള്ള എന്തൊക്കെ ആഗ്രഹമുണ്ടോ ആഗ്രഹം മുഴുവനും മരിക്കുന്നതിന് മുമ്പ് ലോകത്ത് സാധിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചയാളാണ് ജറാഹ്. ഏത് തരത്തിൽ എതിർക്കണം ആ തരത്തിലൊക്കെ എതിർത്തു. നമുക്ക് ആകെ എതിർക്കാൻ കഴിയുന്നത് അഡ്രസ് ഇല്ലാത്തൊരു നോട്ടീസ് അടിച്ചിറക്കാം, പിന്നെ 2 ഫ്ലക്സ് ബോർഡ് അടിച്ചിറക്കാം, ആകെ ഇതേ ഉള്ളൂ നമ്മുടെ എതിർപ്പ്. പക്ഷേ ജറാഹ് എതിർത്തത് എങ്ങനെയാണ്? നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിനക്ക് എന്ത് ശക്തിയാടാ ഉള്ളത്? നീ ഇവിടെ ആരാ? നീ ഒരു പരലോകത്തെ കുറിച്ച് പറയുന്ന പടച്ചവന്റെ പ്രവാചകനാണെങ്കിൽ നിന്റെ ചങ്കുറപ്പ് എന്റെ മുമ്പ് വന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പച്ചയ്ക്ക് തെറി വിളിച്ചപ്പോ ജറാഹിന്റെ മകൻ, പ്രിയപ്പെട്ട മകൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിരിക്കുകയാണ്, പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെല്ലാരും നോക്കി. കാരണം എന്താ? ഇപ്പൊ ആരെങ്കിലും വെളിയിൽ നിന്ന് ബഹളം വെച്ചാൽ ഇതിനകത്ത് അവരുടെ മകൻ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളെല്ലാരും അവനെയാണ് നോക്കുക, വാപ്പായല്ല നോക്കുക. എടാ ഒന്ന് ചെന്ന് പിടിച്ചോണ്ട് പോ, അല്ലെങ്കിൽ പരിഹരിക്കണോ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്തിരി അടുത്ത് ഒരു പാട്ട് കേട്ടപ്പുറത്ത്, തരിയങ്ങളോ സ്വതക്ക തരിയങ്ങളോ എന്നും പറഞ്ഞൊരു പാത്രത്തിൽ കൊട്ടി ഞാൻ ആലോചിക്കും ചെയ്ത് ചെറുപ്പക്കാരും കൂടെ ഇല്ലേ. മുമ്പാരാ പാടിയപ്പോ പിന്നെ ഓടേന്നാണ് എനിക്ക് പോയത്. അപ്പോ അങ്ങനെ പെരുന്നാളുണ്ടെന്ന് പറഞ്ഞ സന്തോഷത്തിരുന്ന് പറയാണാത്ത ദേശത്തിൽ അയാൾ പാട്ട് പാടിയതാ. അള്ളാഹു ഓർത്തു കൊടുക്കട്ടെ. ചില ആൾക്കാർ തറാവീനൊന്നും ഒതു കൊടുത്ത് കണ്ടായിരുന്നു. അള്ളാഹു ഒക്കെ പറയും വെള്ളമൊക്കെ അടിച്ച് മൂന്നല് പറയാണത്തുണ്ടാവും. കാണും പറഞ്ഞു കുറെ മൊയിലാക്കന്മാർ 8:30 വരെ നോക്കി, 8:45 വരെ നോക്കും, 9 വരെ നോക്കും, അവസാനം 9 മണിക്ക് കണ്ടില്ലെന്ന് പറഞ്ഞു. ഇത് 6 മണിക്കാ പറയുന്നത്. ഇപ്പൊ തറാവീന്റെ ഒന്ന് വീട്ടിൽ പോകാൻ ഇനി 11 മണിക്കല്ലേ ഇത് തീരുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ പറയും കുറെ മൊയിലാക്കന്മാർ വിറ കാണിക്കാറുണ്ട്. മൊയിലാക്കന്മാർ ഞാനാണെന്നാണ് വാളമ്പളിൽ ഇമാമായിരുന്നു എപ്പോഴും ഞാൻ കാണിച്ചു കൊടുത്തതെന്ന് പറയാം ചില ആൾക്ക്. ഇതെങ്ങനെ കാണിക്കാനാണ് നമ്മൾ ആലോചിച്ച് നോക്കി. പക്ഷെ പണ്ട് പലരും കാണാതെ കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുന്ന അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ കുറെ ഹിജറ കമ്മിറ്റിക്കാർക്ക് ഇപ്പൊ 32 നോമ്പായി മൊത്തം. 4 പെരുന്നാൾ 32 നോമ്പ് ഒരു മാസത്തിൽ. എന്ത് ചെയ്യും? ഇത് എങ്ങനെയൊക്കെ നിസ്കരിച്ച് തീർക്കുമെന്തോ അള്ളാഹു. ഇതെങ്ങനെ കണക്ക് പറയും? ഒരു ആലോചിച്ച് നോക്കിയാൽ നാളെ നോമ്പ് 30, ഇന്ന് പെരുന്നാൾ ഹിജറ കമ്മിറ്റിക്കാർ. അവർക്ക് എത്ര നോമ്പ് കിട്ടി, എത്ര നോമ്പ് കലായി, എത്ര കല വീട്ടും എന്ന് പിറ കണ്ടു. അപ്പൊ ഒരു ശേപം ബറാത്തിരാവ് ഒരു നോമ്പ് പിടിച്ചു തുടങ്ങി. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് എന്തൊരു അവസ്ഥയാണ് റഹ്മാനെ നമ്മുടെ നാട്ടില്. ഇനി ഇപ്പൊ നമുക്ക് 5 ഈദ്ഗാഹുണ്ട്. ഈ 5 ഈദ്ഗാഹ് 5 ദിവസം നിസ്കരിക്കുന്ന ഒരു കാലഘട്ടം വരും ഇൻഷാ അല്ലാഹ്. ഒരു 10 കൊല്ലത്തിനകത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് ഞാനത് കാണിച്ചു തരാം. ഉറപ്പാണ്. ഈ പള്ളിക്കകത്തിരുന്നുകൊണ്ട് പറയാം, വല്ലാഹി അക്ക് ഇനി ആര് ലോകത്ത് ഏത് പ്രവാചകന്റെ കാര്യം പറഞ്ഞാലും ഞാൻ ഉറപ്പ് പറയാം, 10 കൊല്ലം ഇന്ന് മുതൽ നിങ്ങൾ എണ്ണിക്കോ, 5 ദിവസം തിരുവനന്തപുരത്ത് ഈദ്ഗാഹ് നടക്കും. നോക്കി, അള്ളാഹു കാക്കട്ടെ. അത് നടക്കാതിരിക്കണമെങ്കിൽ പടച്ചവന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റും. 10 പേരുള്ള സ്ഥലത്ത് 2 ഈദ്ഗാഹ്, 14 പള്ളി, 350 ബോക്സ് റോഡ് മൊത്തം. ഇതെന്ത് പെരുന്നാളാണ്? നമ്മൾ ഇത് വെറുതെ നിസ്സാരമല്ല. ഈദ്ഗാഹ് നടത്തിക്കോ, മര്യാദയ്ക്ക് നിങ്ങൾ എവിടെ പോയി നിസ്കരിച്ചാൽ മതി. അവിടെ ഭൂമി മുഴുവനും നിസ്കരിക്കാനുള്ള സ്ഥലം. പക്ഷെ പട്ടി പെടുത്ത സ്ഥലം വൃത്തിയാക്കുമ്പോൾ 7 മണ്ണിട്ട് കഴുകണമെന്നാണ്. എത്ര സ്റ്റേഡിയം വൃത്തിയുള്ളതുണ്ട്. ഒരു 6 മണി കഴിഞ്ഞാൽ അറിയാം, നായ്ക്കൽ ബന്ധപ്പെടുന്നത് പോലെ മനുഷ്യർ ഇന്ന് സ്റ്റേഡിയങ്ങളിലും കമ്പോളത്തിന്റെ ഇരുളിലും മനുഷ്യൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി പരമ്പ് വിരിച്ചിട്ട് ഇത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല. നമ്മുടെ നിസ്കാരം നമുക്ക് അള്ളാന്റെ മുമ്പിൽ ചോദിച്ചു വാങ്ങണ്ടേ എന്റെ പ്രിയമുള്ളവരെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അതുകൊണ്ട് ഞാൻ പറയാൻ, സ്നേഹമുള്ളവരോട് പറയാൻ, നിങ്ങൾ ഈദ്ഗാഹ് നടത്തുമ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിനോട് നിങ്ങൾ പറയണം, ഒറ്റക്കെട്ടായി ഒരു സംഘടന 10,000 പേര് നിസ്കരിക്കുമ്പോൾ മറ്റേയാളിന് 20,000 പേരെ കൂട്ടണം. ഞാൻ പറയട്ടെ, ഏറ്റവും അധികം ചെറിയ പെരുന്നാള് നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും അധികം ഈദ്ഗാഹിൽ, ഏറ്റവും വലിയ ഈദ്ഗാഹിൽ ആളുകൂടിയത് എവിടെയാണ്? ആ സംഘടനയ്ക്കാണ് ഇനി ഇവിടെ വിലയുള്ളത്. അതുകൊണ്ട് ഏത് തരത്തിലും അവർ ശ്രമിക്കും ആളെ കൂട്ടാൻ വേണ്ടി, ഏത് തരത്തിലും ശ്രമിക്കും ആളെ കൂട്ടാൻ വേണ്ടി. അങ്ങനെ തമ്മിലടിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. നിങ്ങൾ എവിടെയോ നിസ്കരിച്ചോ, നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഈ പാവപ്പെട്ട എനിക്കൊന്നുമില്ല, നിങ്ങളും പടച്ചവനുമാണ്. പക്ഷേ സമുദായത്തെ ഭിന്നിപ്പുണ്ടാക്കി തമ്മിലടി ദയവ് ചെയ്തതുണ്ടാവരുത്. പിന്നെ പള്ളിക്കകത്താകുമ്പോൾ അടികൂടാൻ പറ്റില്ല, മാർബിളാണ് തെറ്റിപ്പോയി, ചന്തയിലാകുമ്പോൾ നല്ലോലാണെന്ന് അടികൂടാം, എറിയാൻ കുറെ സാധനങ്ങളും കിട്ടും. നമ്മൾ ദയവ് ചെയ്ത് ഈ സമുദായത്തെ അങ്ങനെ നമ്മൾ ചന്ന ഭിന്നമാക്കരുത്. അതിനാര് കാരണക്കാരായാലും, അത് ഈ പറയണ ഞാനാണെങ്കിലും അള്ളാഹു വെറുതെ വിടില്ല. ആദ്യം ശിക്ഷ നേതൃത്വത്തിനാണ്. ആദ്യം ശിക്ഷ. എന്തിന് നമ്മൾ ഭിന്നിപ്പുണ്ടാക്കണം? പെരുന്നാളൊക്കെ 2 റക്അത്ത് വന്ന് നിസ്കരിച്ചിട്ടങ്ങ് പോണം. അതിന് ആവശ്യമില്ലാത്ത കുറെ ചർച്ചയും ബഹളവും എന്തിന് നമ്മൾ ഉണ്ടാക്കണം? എന്റെ ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേര് ഈദ്ഗാഹിനെ അനുകൂലിക്കുന്നവരാണ്. ഞാൻ എതിർക്കുന്നതൊന്നുമല്ല. ഞാൻ പറയുന്നത്, ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കും, ഉറപ്പാണ്. നിങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ പറയും, അന്ന് ഉസ്താദ് ഒരു നസീഹത്ത് നടത്തിയപ്പോൾ അതിനിടയിൽ പറഞ്ഞു, അതേപോലെ സംഭവിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വളരുകയാണ്, ഒന്നും തളരൂല. ഇന്നൊരു സംഘടന ഉണ്ടായാൽ അതും നാളെ വളരുകയാണ്. മറ്റന്നാൾ ഒരു സംഘടന ഉണ്ടായാൽ അതും മറ്റന്നാൾ വളരുകയാണ്. ഒരാൾ ചെയ്യുന്നത് മറ്റേയാൾക്ക് ശിർക്ക്, യവന് ചെയ്യുന്നത് മറ്റേയാൾക്ക് കിറുക്ക്. ഒന്നും ലോകത്ത് നടക്കൂല. എല്ലാം തമ്മിൽ തല്ലി അവസാനം എന്റെ പ്രിയമുള്ളവരെ ശരിയേതെന്നറിയാതെ പാവപ്പെട്ട സമുദായത്തിന്റെ പട്ടിണി പാവങ്ങൾ ഓടി നടന്ന് എവിടെ നിസ്കരിക്കണം, എന്ത് ചെയ്യണം, എന്തു പറയണം, ആര് പറയുന്നത് കേൾക്കണം, ഇതെവിടെ നിന്നുണ്ടായോ അവർക്ക് അതിന്റെ പരിണിത ഫലം അല്ലാഹു കൊടുക്കും. പടച്ചോ നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ പടച്ചോൻ, അങ്ങനെയാണ് പറയാനുള്ളത്. അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം റബ്ബേ എന്നല്ല, ഒന്നും അറിഞ്ഞൂടെ റബ്ബേ. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന മസ്ജിദിനകത്ത് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ നീ സ്വീകരിക്കണേ അല്ലാ. കരഞ്ഞുകൊണ്ട് പറഞ്ഞ് സന്തോഷമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ സമുദായത്തിന്റെ ഭിന്നിപ്പുകളെ, തമ്മിലടിയെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഒരസുഖം വന്നാൽ ചികിത്സിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നല്ലേ പറ്റൂ. ഒരാൾക്കൊരാവശ്യം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇപ്പൊ ഇതിനകത്ത് ഒരാൾ ദേഹം തളർന്നു വീണാൽ നമ്മളെല്ലാവരും കുപ്പായത്തിന്റെയും തലയെക്കെട്ടിനെ അളവ് നോക്കിക്കൊണ്ടിരുന്നാൽ അയാൾ മരിച്ചു പോവില്ലേ? അയാളെ എടുത്തുകൊണ്ടുപോയി ചികിത്സിക്കണം. അവൻ അവിടെ ഈദ്ഗാഹിന് പോണവനാണ്, അതുകൊണ്ട് അവനെ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ് ചവിട്ടിക്കളയുന്ന ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഏത് ശരിയെന്നറിയാൻ പറ്റാതെ പരക്കം പായുമ്പോൾ അള്ളാഹുവിനോട് നമ്മളത് ശരിയാക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിനുള്ള മഹാഭാഗ്യം നമുക്ക് തെരുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിശോധന ഉണ്ടാകണം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്തത്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റ് പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വാപ്പയാണ് ശരി, സമ്മതിച്ചു, പക്ഷേ ഞാനൊന്ന് പിടിച്ചു മാറ്റട്ടെ റസൂലേ. അല്ലാഹു റസൂൽ പറഞ്ഞ, അബൂ ഉബൈദ, നീ ഇപ്പൊ പിടിച്ചു മാറ്റാൻ പോയാൽ ജറാഹിന്റെ കൈ കൊണ്ട് നീ മരിക്കേണ്ടി വരും. ജറാഹ് വലിയ ഫോമിലാണ്, ആർക്കും തടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവസാനം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മുമ്പ് ജറാഹ് വീണ്ടും വന്നുകൊണ്ട് ചീത്ത വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന് ജീവനക്കാൽ ഇഷ്ടപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ പറ്റണില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ട് അവസാനം വീണ്ടും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് താങ്ങാൻ സാധിക്കണില്ല. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാതുകളിലേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവ് പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ക്രൂരമായിട്ട് അസഭ്യങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അനുമതി ചോദിക്കാൻ നിൽക്കണില്ല. പ്രവാചകന്റെ അനുമതി ചോദിക്കാതെ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളതാ, മൂർച്ച കൂട്ടിയ വാളതാ തന്റെ വലത്തെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് സഹാബികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് ചോദിക്കാറ് തന്റെ പ്രിയപ്പെട്ട പിതാവുമായിട്ട് യുദ്ധം നടത്താൻ വേണ്ടി ഇറങ്ങി വരികയാ. എന്തോ ഒരു കാഴ്ചയാ! അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് കിടന്ന് ഒരു വാപ്പയും മകനും തമ്മിൽ ഇതാ മത്സരിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഇതാ
ജറാഹുമായിട്ട് യുദ്ധം നടത്തുമ്പോ ഓരോ സഹാബികളും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു തലയര അന്തരീക്ഷത്തിലൂടെ പറന്നു പോവുകയാ. സഹാബികൾ നോക്കുന്ന വാപ്പയാണോ മകനാണോ ആരുടെ തലയാണെന്ന് പറഞ്ഞു നോക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുമ്പ് വന്നിരിക്കയാ. ജറാഹിന്റെ തലയില്ലാത്ത ശരീരമിതാ മരുഭൂമിയിൽ കിടന്നുരുളുകയാ. ജറാഹിന്റെ തല കുറെ സമയം കഴിഞ്ഞാണ് നിലത്ത് വന്ന് വീണത്. അള്ളാന്റെ ഹബീബിന്റെ മുമ്പേ ജറാഹ് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു, അബൂ ഉബൈദ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്നോട് പൊറുക്കണം നബിയേ, അവിടുത്തെ അനുവാദം കിട്ടുന്നത് വരെ കാത്തിരിക്കാനുള്ള ശക്തി എനിക്കുണ്ടായില്ല നബിയേ. നിങ്ങളെ ഇങ്ങനെ പറഞ്ഞാ എനിക്ക് താങ്ങാൻ പറ്റൂല നബിയേ. അള്ളാന്റെ റസൂല് തിരിഞ്ഞു നോക്കിയില്ല. അള്ളാന്റെ ഹബീബ് അബൂ ഉബൈദക്ക് മുഖം കൊടുത്തില്ല. പ്രവാചകരെ മുഖം തിരിച്ചു കളഞ്ഞപ്പോ നസലുൽ നബീൻ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. നബിയേ, അബൂ ഉബൈദ ആരെന്നറിയോ നബിയേ? അബൂ ഉബൈദ ഈമാനിന്റെ പത്തരമാറ്റുള്ള ഈമാനിന്റെ മുഴുവൻ ശോഭയെ ഹൃദയാന്തരത്തിലേക്ക് ആവാഹിച്ചതപ്പോ എന്റെ കുട്ടിയാണ് എന്ന് അള്ളാഹുവിന്റെ ഓർഡർ വന്നിറങ്ങിയപ്പോ ഹബീബാന പ്രവാചകന്റെ കണ്ണു നിറഞ്ഞു പോരെങ്കിൽ ആ ചങ്കുറപ്പുള്ള ആ പന്തേടമുള്ള ആ ഇസ്സത്തുള്ള 10,000കണക്കിന് ചെറുപ്പക്കാരൻ ഒരാളെടുക്കാറുണ്ടോ ഇന്ന് നമ്മുടെ കേരളത്തിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരാൾ ബാബരിക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിൽ ആ ബാബരി വച്ചതിന്റെ താഴികക്കുടങ്ങൾ ഇന്ന് അതേപോലെ നിലനിൽക്കുമായിരുന്നല്ലോ. പക്ഷേ നമ്മൾ പള്ളിക്കകത്ത് വരുമ്പോ കരയാനേ അറിയോ, പള്ളിക്കകത്ത് വരുമ്പോ ദുആ ചെയ്യാനേ അറിയോ. അത് കഴിഞ്ഞാ ഭൗതികമായ ലോകത്തിന്റെ പിന്നാലെ പരക്കം പായുമ്പോ നമ്മുടെ ഈമാൻ ഹൃദയാന്തരത്തിൽ ഉറപ്പിച്ചെടുത്ത എന്ത് ചോദിച്ചാൽ സമയം പടച്ചോതിന്റെ കയ്യിൽ തരികയാ. എന്ത് ചോദിച്ചാലും തരും. സഹാബികളിൽ ദുആഇന് ഇജാബത്തുള്ള ഒരാളായിരുന്നു സഅദ് റളിയല്ലാഹു തആല. ഭയങ്കര ഇജാബത്തായിരുന്നു. എന്തുകൊണ്ട്? ഈമാൻ ഉറച്ചയാളാണെന്ന് പിന്നീട് സഅദ് റളിയല്ലാഹുവിന് തെളിയിച്ചില്ലേ? ഞാൻ സഅദ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഇവിടെ ഒരു ഇത്തികാഫിന് പറഞ്ഞതാണ്. ഈമാൻ ഉറച്ചയാളാണെന്ന് പിന്നീട് തെളിയിച്ചില്ലേ? ആ ഈമാൻ ഉറച്ചതുകൊണ്ട് സഅദ് റളിയല്ലാഹുവിന്റെ ദുആക്ക് അപ്പോഴപ്പോഴും ഉത്തരമായിരുന്നു. ചോദിച്ചാൽ അപ്പോഴും കിട്ടാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വ്യഭിചാരത്തിന് വേണ്ടി ഒരാളെ വ്യഭിചരിച്ചതിന് വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിധി നടപ്പാക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു വിധി നടപ്പാക്കുന്നത് കട്ടിയുള്ള ക്രൂരമായ രീതിയിലാണ്. ഒരു മയം ഉണ്ടാവുകയില്ല. അവിടെ നീതിയുടെ ശാസ്ത്രമാണ് പുലരുന്നത്. അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹുവിന് മുമ്പ് വന്നിട്ട് ആ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സഅദ് റളിയല്ലാഹു ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്താം. സഅദ് റളിയല്ലാഹുവിന് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പോയപ്പോ ഉമർ റളിയല്ലാഹുവിന് ആ സ്ത്രീയെ, വ്യഭിചാരിണിയായ പെണ്ണിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചാട്ടവാറുകൊണ്ട്. അടി നിർത്തിയിട്ട് സഅദ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഅദേ നീ ദുആ ചെയ്യണ്ട, ഞാൻ പതുക്കെ അടിച്ചോളാം. മനസ്സിലായി ഉമർ റളിയല്ലാഹുവിന് എന്തുകൊണ്ട് സഅദ് കൈ ഉയർത്തിയത്. ഈ ഉമറിന്റെ ഈ ക്രൂരത ഒന്ന് അവസാനിപ്പിക്കണേ പടച്ചോനെ എന്ന് പറയാൻ. അത് സഅദ് റളിയല്ലാഹുവിന് അങ്ങനെ പറഞ്ഞാൽ അപ്പോഴേ ദുആ സ്വീകരിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, അള്ളാഹ് സഅദ് ദുആ ചെയ്യില്ലേ, ഞാൻ ചെയ്തോളാം, ഞാൻ നിർത്തിക്കോളാം, നീ ദുആ ചെയ്യ. ഒരിക്കൽ സഅദ് റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്ക് മരിക്കണം നബിയെ, എനിക്ക് മരിക്കണം, ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ദുആ ചെയ്തപ്പം മരിക്കും, ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മരിക്കാൻ വേണ്ടി നീ ദുആ ചെയ്യേണ്ട സഅദേ, ബഖാഉക ഖൈറുൻ ലക, നിന്റെ ജീവിതം ശേഷിച്ചിരിക്കും നിനക്ക് നല്ലതാ. നാളെ പരലോകത്ത് നിന്റെ കിതാബ് കിട്ടുമ്പോ തോനെ അമലുകൾ അതിനകത്ത് ഉണ്ടാവും. കാരണം നീ നല്ലതേ ചെയ്യൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ മരിക്കുന്നതിനേക്കാളും നല്ലത് നീ ജീവിച്ചിരിക്കലാണ്. നമ്മൾ നമ്മുടെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഞാൻ നാളെ മരിക്കാൻ പോകുമെന്ന് പറഞ്ഞ പെണ്ണ് പറയും, അൽഹംദുലില്ലാ എന്റെ നേർച്ച കബൂലായി. അങ്ങനെ പറയുള്ളൂ. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കല കയറില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ പറയുള്ളൂ. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ പറഞ്ഞത് ബഖാഉക ഖൈറുൻ ലക, നീ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ഉത്തമമാണ്, പരലോകത്ത് ഒരുപാട് പ്രതിഫലം കിട്ടും. കാരണം നീ അമലുകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് സഅദേ മരിക്കാൻ വേണ്ടി നീ ദുആ ചെയ്യണ്ട, മരിക്കാൻ വേണ്ടി നീ ദുആ ചെയ്യണ്ട. ഇവരൊക്കെ ഈമാൻ ഉറച്ചവരായിരുന്നു. ഈമാൻ ഉറച്ചവർക്കൊരു തെളിവുണ്ട്. എന്താണെന്നറിയോ? ഈമാൻ ഹൃദയാന്തരത്തിൽ ഉറച്ചുപോയവർക്കൊരു തെളിവുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു
ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ വജ്ജിലത്ത്, ഹൃദയത്തിൽ സാധാരണ ഇടിക്കണ പോലെയല്ല, ചെറിയ ഒരു ഭയപ്പാട് ഹൃദയത്തിൽ. അല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ഭയം അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു ഭയം, അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു ഭയം, അത് നമുക്കുണ്ടാവണം, അത് നമുക്കുണ്ടാവണം. അതേപോലെ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ഖുർആൻ ആയത്ത് ഇങ്ങനെ ഓതി കേട്ടുകൊണ്ടിരുന്നാൽ സാദത്തുഹും ഈമാന, ഈമാൻ നമുക്ക് ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഈമാൻ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അവർക്കൊരു സ്വഭാവമുണ്ട്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ സൃഷ്ടാവായ റബ്ബിൽ സർവ്വതും ഭരമേൽപ്പിക്കുന്നവരാണ്. ഈ ഗുണങ്ങൾ ഈമാൻ ഉറച്ചവർക്കുള്ളതാണ്. ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഈമാൻ ഉറച്ചതായിരിക്കണം. രണ്ടാമത്തെ കാര്യം, വിശ്വാസം കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ അമലുകൾ സ്വീകരിക്കപ്പെട്ട വിജയിയായി മാറുന്നതിന് രണ്ടാമത്തെ കാര്യം, ഈമാൻ കളങ്കരഹിതമായിരിക്കണം. കളങ്കരഹിതം, ഇഖ്ലാസോടുകൂടി. അവൻ പോണോണ്ട് ഞാനും പോയി, അവൻ നിസ്കരിച്ചോണ്ട് ഞാൻ നിസ്കരിച്ച്, അവൻ 8 നിസ്കരിച്ചോണ്ട് ഞാൻ 8 നിർത്തി, അവൻ 20 നിസ്കരിച്ചോണ്ട് ഞാൻ 20 നിസ്കരിച്ചു, അവൻ മൗലിദ് ഓതിയോണ്ട് ഞാനും ഓതി, അവൻ സലാത്തിലോണ്ട് ഞാനും ചൊല്ലി. അങ്ങനെ ആവാൻ പാടില്ല. എനിക്ക് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്തു, അല്ല അവൻ ചെയ്തോണ്ട് അപ്പൊ അവിടെ പോയിട്ട്. അങ്ങനെയല്ല, കളങ്കരഹിതം, നല്ല ഇഖ്ലാസ് വേണം. അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ദീനിൽ കുറച്ചു മതി, പക്ഷേ ഇഖ്ലാസോടുകൂടി ചെയ്താൽ ഒരാൾ ഇഖ്ലാസ് ഇല്ലാതെ 1000 റക്അത്ത് നിസ്കരിക്കുന്നതും ഒരാൾ ഇഖ്ലാസോടുകൂടി 1 റക്അത്ത് നിസ്കരിക്കുന്നതും കണക്കാണ്. അപ്പൊ ചെയ്യണത് എന്തായിരിക്കും? ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസ് കൂടാൻ പാടില്ല. ഇഖ്ലാസ് കൂടിയാൽ ഒരു വിഷയം ഉണ്ടാവും. എന്താണെന്നറിയോ? ഏത് ഹൗദി നിന്ന് കൊടുത്താലും ശരിയാവില്ല, എത്ര പ്രാവശ്യം അത്തഹിയ്യാത്ത് ഓതിയാലും ശരിയാവില്ല, എത്ര പ്രാവശ്യം ഫാത്തി ഓതിയാലും ശരി. ചില ആൾക്കാർ ഒതു കൊടുക്കണുണ്ടല്ലേ, ഹൗദിൽ നിന്ന് ഒതു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വേണം, മീൻ പിടിക്കണ. എന്തുകൊണ്ടാണ്? ഇതിനാണ് വസ്വാസ് എന്ന് പറയും. എന്തൊരു ചെയ്താലും ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല. കാല് കഴുകാൻ പിന്നെ ഉരച്ചുരച്ച് വീണ്ടും വീണ്ടും കാലം കുറഞ്ഞ് രക്തം വന്ന് നിസ്കാരം ശരിയാവാതെ പിന്നെ അവസാനം കാലം കെട്ടിക്കൊണ്ട് പോയി ദുഹർ കള്ളാവും അസറും കള്ളാവും. അത്രത്തോളം ഉരപ്പാ നമ്മൾ ഉരയ്ക്കണ കാലത്ത്. ഒരു മീഡിയം വൃത്തിയാവാൻ നമുക്കറിയാമല്ലോ സാധാരണ. ഇത് വസ്വാസ് വന്നിട്ട് ഫാത്തി ഓതാൻ അങ്ങോട്ട് നിന്ന ഇയ്യാക്ക 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 ഇയ്യാക്ക, ബാക്കിയിരിക്കുന്ന ആൾ പറയും നീയാക്കണ്ട ഞാനാക്കാന്ന് പറയും. ഇത് ഒരു പരിധി വേണ്ട. നമ്മൾ ആലോചിച്ച് നോക്കി, ഇയ്യാക്ക 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 ഇങ്ങനെ തന്നെ. പിന്നെ ഫാത്തി അടുത്തിങ്ങനെ കൊച്ചുപിള്ളേരുണ്ടെങ്കിൽ പൊങ്ങിപ്പോയി അവിടെ ചെന്ന് വീഴും. ഒരു നമ്മൾ ഫാത്തി ഓതുമ്പോൾ ഇത്രയും വലിയ കട്ടിക്കൊന്നും അല്ല ഫാത്തി പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ശരിയാക്കാൻ പറ്റില്ല, 10 ഫാത്തി മതിയാണ്. അപ്പൊ ഒരു മയം വേണം, അക്ഷരത്തിന്റെ മഹ്റജ്. അത് നമ്മളങ്ങനെ ആലോചിച്ചാൽ ശരിയാണ്, ശരിയായിട്ട് ഓതണം. പക്ഷെ അതിന് ഈ വസ്വാസ് പാടില്ല, അത് നമ്മളെ ഹല്ലത്താക്കും. അതൊക്കെ മാറ്റണം. നമ്മൾ ഉദു എടുത്തു കഴിഞ്ഞാൽ ഉദു ശരിയായി അൽഹംദുലില്ലാഹ്, ഇല്ലാതെ ശരിയായോ വീണ്ടും 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 ഇങ്ങനെ മുഖം കഴുകി, മൂക്ക് കഴുകിയോ, മൂക്കിന്റെ മുടി നനഞ്ഞു, അത് നനഞ്ഞു, ഇത് നനഞ്ഞു, വീണ്ടും വീണ്ടും ഒന്നും കൂടി ശരിയായില്ല, മീൻ കിടക്കണം അപ്പുറത്തോട്ട് പോയി, ശരിയായില്ല പൊടി കിടക്കണം, മറ്റോ പല്ല് വെച്ച് ഞാൻ കണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി കിടന്ന ഒരു പള്ളിയിൽ നിന്ന് ഒതു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നമുക്ക് ഉണ്ടാവാൻ. അതുകൊണ്ട് ഇഖ്ലാസിന് ആ ഒരു അർത്ഥമില്ല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ട് അല്ലാഹുവിനെ അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. അങ്ങനെ ചെയ്താൽ കുറച്ച് അമലു മതി, നിനക്ക് വണ്ണമായ പ്രതിഫലം കിട്ടും. അപ്പൊ രണ്ടാമത്തത് കളങ്കരഹിതമായിരിക്കണം, നല്ല ഇഖ്ലാസോടുകൂടി ചെയ്യണം. 3, ഇനി വിശദീകരണം കുറയ്ക്കാണ് സമയമില്ല. 3, ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വിശ്വാസം നിന്റെ അലങ്കാരമാവണം. നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ ഒരു അലങ്കാരമുള്ളവനാകണം. എങ്ങനെയാണ് അലങ്കാരം? നിന്റെ വസ്ത്രത്തിൽ വിശ്വാസത്തിന്റെ അലങ്കാരം ഉണ്ടാവണം, നിന്റെ സംസാരത്തിൽ വിശ്വാസത്തിന്റെ അലങ്കാരം ഉണ്ടാകണം. നീ ഒരു വീട് വെച്ചാ ആ വീടിൽ വിശ്വാസത്തിന്റെ അലങ്കാരം ഉണ്ടാകണം. നിന്റെ മക്കളെ കണ്ടാ വിശ്വാസത്തിന്റെ അലങ്കാരമുള്ള മക്കളാവണം. നിന്റെ നടത്ത കണ്ടാൽ, നിന്റെ ഇരുത്ത കണ്ടാൽ, നിന്റെ സംസാരം കണ്ടാൽ എല്ലാ മേഖലകളിലും വിശ്വാസത്തിന്റെ അലങ്കാരമാണ് നിന്റെ അലങ്കാരം. ലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വ എന്ന വസ്ത്രമാണ് നിനക്ക് ഉത്തമം. ഏത് വസ്ത്രം ധരിച്ചാലും തഖ്വയുണ്ടെങ്കിൽ, ഇത് അങ്ങനെയുണ്ട്. അതിന് വേണ്ട തഖ്വയുണ്ടെങ്കിൽ ആ വസ്ത്രമാണ് ഉചിതം. ഉറങ്ങാൻ പോകണം അല്ല, ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരും ഉസ്താദിനെ കുടിക്കാൻ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. മൂന്നാമതായിട്ട് ഹബീബായ പ്രവാചകർ പറഞ്ഞ അലങ്കാരമായിരിക്കണം. നമ്മുടെ മക്കളെ കണ്ടാൽ ഇതൊരു വിശ്വാസിയുടെ മോന, വിശ്വാസിയുടെ മോളായി പോണത് എന്ന് പറയണം. കണ്ടാൽ പറയൂ, നമ്മുടെ മക്കളെ കണ്ടാൽ പറയൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രം ഇപ്പൊ തന്നെ പെരുന്നാകോടിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അഅലം. നമ്മള് മക്കൾക്ക്, പെൺകുട്ടികൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ അമേരിക്കൻ പാവ പോലെ ഇങ്ങനെ നടക്കാനേ പറ്റൂ. പട്ടി ഓടിക്കുകയാണെങ്കിൽ തലയും കുത്തി ഓട വീണ് ചാവും. നല്ലതുപോലെ ഓടണമെങ്കിൽ വസ്ത്രം ലൂസ് ഉണ്ടായിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്ക്, എല്ലാം ഇന്ന് ടൈറ്റ് വസ്ത്രങ്ങളാണ്. എല്ലാം പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് അടക്കം, ഡ്രസ് അടക്കം ഗ്രീസ് പുരട്ടിയെങ്കിലേ മുകളിലോട്ട് കയറി വരും. പിന്നെ പുരുഷന്മാർ പാൻറ് ഇടണം, 2 പാൻറ്റും 500 ഗ്രാം ഗ്രീസും വാങ്ങിക്കണം. ഇത് ഇടണോ? ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ അവസ്ഥയായി. ഇത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാം നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ ഷർട്ടുകളെല്ലാം ബ്ലൗസ് പോലെ, പഴയ ഉമ്മാമാരെ ബ്ലൗസ് എല്ലാം കുത്തി തച്ച് പുതിയ ഷർട്ടായിട്ട് ഇറക്കിയിരിക്കുകയാണ്. സുജൂതി പോകണമെങ്കിൽ പാതി മൊത്തം അവിടെ മുരിങ്ങ ഏറ്റം വരെ പിടിക്കണം. നമ്മള് ഇത് അവറത്തൊക്കെ ഒളിവായ നിസ്കാരമൊന്നും ശരിയാവില്ല. കളിയാക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരുപാട് ശ്രദ്ധിക്കണം, ഒരുപാട് ആ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കണം. ഒരാൾക്ക്, ഒരു സഹോദരങ്ങൾക്ക് വേദന ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് നമ്മൾ ഈ ചെയ്യണത് നമുക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഏത് സെക്കൻഡിലും നമ്മൾ മരിക്കാനുള്ളവരാണ്. ടൈറ്റ് ജീൻസ് ഇടുന്നവരും ലൂസ് ഇടുന്നവരും എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും മരിക്കും. ജീൻസ് ഒന്നും ഇടണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്, അതൊക്കെ ഇടാം. അതൊക്കെ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥനാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, വക്കീലാണ്, അപ്പൊ കോട്ട് രണ്ട് ഉസ്താദ് എന്താ പറഞ്ഞു, അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മുടെ അമല് ശരിയാവുന്ന വസ്ത്രമായിരിക്കും, നമ്മുടെ അമല് ശരിയാവുന്ന വസ്ത്രമായിരുന്നാൽ മതി. നിസ്കരിക്കാൻ പോയി, ഇപ്പൊ കോടതി ഇറങ്ങി നമുക്ക് നിസ്കരിക്കണമെങ്കിൽ നിസ്കാരം ശരിയാവുന്ന വസ്ത്രം അത് മതി. അല്ല അതിനിപ്പോ അതിട്ടൂടെ ഇതിട്ട് അങ്ങനെ നിങ്ങൾ ചിത്രീകരിക്കരുത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഈമാനികമായ അലങ്കാരം കണ്ടാൽ തിരക്കേടില്ല, അൽഹംദുലില്ലാഹ്. അവന് ഏതെങ്കിലും അത്യാവശ്യത്തിന് ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുന്ന വസ്ത്രമോ അവൻ ഇട്ടിരിക്കണേ. പിന്നെ നമ്മൾ ആലോചിക്കണം, നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ, നമ്മുടെ ബാത്റൂമിലൊക്കെ വന്ന് മൂത്രച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ, നമ്മൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴും നമ്മുടെ ഈ ഞരമ്പിലൂടെ ഇങ്ങനെ മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ, അതിൽ നിന്ന് വരാവൂ. ഇല്ലെങ്കിൽ നമ്മൾ റുക്കൂയിൽ പോകുമ്പോൾ ഒരു തുള്ളി വന്ന് വീഴും, ഈത്ദാരി പോകുമ്പോൾ വീണ്ടും ഒരു തുള്ളി വീഴും, സുജൂദിൽ പോകുമ്പോൾ വീണ്ടും ഒരു തുള്ളി വീഴും. അത് ഈ ജീൻസിലാണ് വീഴുന്നത്. ഏത് വസ്ത്രം ധരിച്ചിരുന്നാലും വീഴും. മുണ്ടാണെങ്കിലും വീഴും. പക്ഷെ മുണ്ടാണെങ്കിൽ കഴിവിട്ട ഉണങ്ങും. മറ്റത് കഴിവിട്ട ഉണങ്ങാത്തതുകൊണ്ട് അവൻ വിചാരിക്കും അടുത്ത ആഴ്ച കഴിയും, അതുകൊണ്ട് 2ാമത്തെ ജുമയ്ക്കും പോകും, ആ ജുമയും പോയി. 3ാമത്തെ ജുമയ്ക്കും പോകും, ആ ജുമയും പോയി. കാരണം എന്താ, കഴിവിട്ട ഉണങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് കഴിയൂല, അതിനകത്ത് മറ്റേ സാധനം ഇരിക്കുക. പക്ഷെ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പേന്റ് ഇടുമ്പോൾ ഇറുവിയാണ് കിടക്കുക. ഇറുവി കിടക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മൂത്രത്തുള്ളി വന്ന് വീഴാൻ സാധ്യതയുണ്ട് പെട്ടെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും. അത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അത് ഒഴിവാക്കി എല്ലാവരും കൊണ്ടുകൊടുക്കണം എന്ന് പറഞ്ഞതല്ല, അങ്ങനെ ആരും കരുതരുത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. എല്ലാവരും അത് ഗൗരവത്തോട് കൊടുക്കണം. ഈമാനികമായ അലങ്കാരം. ഒരു വീട് വെച്ചു, നമ്മളൊരു വീട് വെച്ചു. വീട് വെച്ചാൽ ഈമാനികമായ അലങ്കാരം ഉണ്ടാകണം. വാർപ്പിന്റെ അന്ന് മേശരിക്ക് കുപ്പിയെടുത്ത് കൊടുക്കണതല്ല ഈമാനികമായ അലങ്കാരം. മേശരിമാര് ചോദിക്കും, വീട് വാർപ്പിനെന്ന് രാവിലെ മുതലാളി ഇവിടെ കണ്ടില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. മുതലാളി പറയാം വൈകിട്ട് കാണാം. ശരി ശരി, നല്ല കാര്യമായിട്ട് ചാന്തൊക്കെ കോരി അങ്ങോട്ടിട്ട് ഉച്ചയാകുമ്പോൾ വീണ്ടും ചോദിക്കും ഒന്ന് കാണണം. ഇങ്ങനെ എത്ര നമ്മൾ ആലോചിച്ച് നോക്ക്. അത് നമ്മളൊരു ശീലമാക്കി വെച്ചു. കിണർ വെട്ടണമെങ്കിൽ നമ്മൾ സാധനം എടുത്ത് കൊടുക്കണം, ഓരോ തൊടിക്കും ഓരോന്ന്. അങ്ങനെയാണ് ഇന്ന് അത് ശീലമാക്കി നേർച്ച പോലെ വെച്ച് നടത്തുകയാണ്. പക്ഷെ അവിടെയെല്ലാം നിന്റെ വീടിനും നിന്റെ കിണറിനും നിന്റെ വസ്തുവിനും നിന്റെ മക്കളിലും നിന്നിലും നിന്റെ സംസാരത്തിലും നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈമാനികമായ ബന്ധം വേണേ, ഈമാനികമായ അലങ്കാരം വേണേ. നിന്റെ പേര് കേട്ടാലും ഒരു ഈമാനികമായ അലങ്കാരം വേണം. യഥാർത്ഥത്തിൽ നൗഷാദ് എന്ന എന്റെ പേരിനോട് എനിക്ക് താല്പര്യമില്ല, പക്ഷെ സ്വന്തമായിട്ട് മാറ്റാൻ പറ്റൂലല്ലോ. ഉമ്മായും വാപ്പ കിട്ടാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ ഉസ്താദിന്റെ പേര് അബൂ ത്വാലിബ് എന്നായിരുന്നു. അബൂ ത്വാലിബ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്. ഒറ്റ ഉസ്താദ് എന്നെ പഠിപ്പിച്ചുള്ള ദർസിൽ 6.5 കൊല്ലം അബൂ ത്വാലിബ് എന്നായിരുന്നു. വലിയൊരു ബാക്കിയാത്ത സോലിയാത്തിൽ പോയപ്പോ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഇനിയിപ്പോ ഏത് വാപ്പായുമായി മാറ്റിയില്ലെങ്കിൽ ഈ പേര് ഞാൻ മാറ്റും, കാരണം അബൂ ത്വാലിബ് ശരിയല്ല, അബൂ ത്വാലിബ് എന്ന പേര് ശരിയല്ല, ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് അൻവർ എന്ന് പേരിട്ടു. ഇപ്പൊ എന്റെ ഉസ്താദിന് അറിയപ്പെടുന്നത് മുഹമ്മദ് അൻവർ ബാക്കവീന. എങ്കിലും ഉസ്താദിന്റെ പഴയ സുഹൃത്തുക്കളൊക്കെ അബൂത്താലി എന്ന് വിളിക്കുക. നമ്മുടെ സമുദായത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, മുഹമ്മദ് കണ്ണ് എന്ന പേരുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നത് മമ്മക്കണ്ണ്. അബ്ദുറഹ്മാൻ എന്നാണ് പേരെങ്കിൽ നമ്മൾ വിളിക്കുന്നത് അത്രാൻ. അങ്ങനെ നമ്മൾ വിളിക്കുള്ളൂ. അബ്ദുൽ കരീം നല്ല പേരാ, വിളിക്കുന്നത് എന്താ അത്തി കരീം.
അങ്ങനെ നമ്മൾ വിളിക്കൂ. അത് നമ്മുടെ ഒരു ഇതായി മാറിക്കും. പക്ഷേ നമ്മുടെ പേര് കേട്ടാൽ ഈമാനികമായ അലങ്കാരം നമ്മുടെ മക്കളുടെ പേരിൽ ഉണ്ടാവണം. നമ്മുടെ മക്കളുടെ പേരിൽ ഈമാനികമായ അലങ്കാരം. നിന്റെ പേരെന്താ? ഇന്നലെ ഒരു കുഞ്ഞിന്റെ പേര് ഞാൻ കേട്ടു, അദ്നാൻ. നല്ല പേരാണ് അദ്നാൻ. ജന്നാത്തു അദ്ൻ. വളരെ അപൂർവമായിട്ടുള്ള പേരാണ് അദ്നാൻ. നല്ല പേര്. അള്ളാഹു ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബി, ഇതിനകത്തുള്ള ഒരു സഹോദരൻ. അതുപോലെ തന്നെ ധാരാളം നല്ല പേരുകളുള്ള സഹോദരങ്ങളുണ്ട്. അള്ളാഹു ആ നല്ല പേരിന്റെ സ്വഭാവ ഗുണവും നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്നവർക്ക് പേര് കിട്ടിയത് എന്തായാലും കിട്ടി. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പേരിടുമ്പോൾ നല്ല പേരുകൾ, നല്ല മനോഹരമായ പേരുകൾ, എത്രയോ നല്ല പേരുകളുണ്ട്. ആ പേരുകൾ നമ്മുടെ മക്കൾക്ക് കിട്ടണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അത് ഈമാനികമായ അലങ്കാരമാണ്. നമ്മുടെ വീട് കണ്ടാൽ ഒരു മുസ്ലിമിന്റെ വീടെന്ന് പറയണം. ഈമാനികമായ അലങ്കാരം. ഈമാനികമായ അലങ്കാരം എന്ന് പറഞ്ഞാൽ വലിയ മഷി എടുത്തുകൊണ്ട് അൽ ഈമാൻ എന്ന് എഴുതി വെക്കലല്ല. മറിച്ച് ആ വീട് കാണുമ്പോഴറിയാം അതിനകത്ത് കയറുമ്പോൾ ഒരു ഐശ്വര്യം, സന്തോഷം, അൽഹംദുലില്ലാ. അതാണ് അങ്ങനെയുള്ള. അതുപോലെ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലം, മറ്റു കാര്യങ്ങൾ എല്ലാം ഈമാനികമായ അലങ്കാരം ഒത്തിണങ്ങണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇതാണ് മൂന്നാമത്തെ കാര്യം. 4, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാതെ ഒരുത്തരും ഈമാനുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഈമാനിന്റെ മാധുര്യം എങ്ങനെയാണ് അറിയാൻ പറ്റുക? ഹോർലിക്സ് കുടിക്കുമ്പോൾ അതിന് മധുരമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിന് മധുരമുണ്ട്. ലഡു കഴിക്കുമ്പോൾ അതിന് മധുരമുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതിന് മധുരമുണ്ട്. ആലോചിക്കണം, ഈമാനിന്റെ മധുരം എങ്ങനെയാണ് അറിയുന്നത്? നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി അല്ലാഹു അക്ബർ, എന്തൊരു രസമാണ്. അപ്പൊ എന്റെ ഈമാനിന്റെ മധുരം. എഴുത്തിക്കാവിന് വന്നിരുന്നു, എന്തൊരു രസമാണ് പടച്ചവനെ, നല്ല റാഹത്തല്ലാ, അൽഹംദുലില്ലാ. അപ്പൊ അതിന് ആ ഈമാനിന്റെ മധുരമുണ്ട്. ഈമാനിന്റെ മധുരം നിങ്ങൾക്ക് വേണോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈമാനിന്റെ മധുരം നേടാൻ 3 കാര്യങ്ങളാണ് പ്രവാചകർ പഠിപ്പിക്കുന്നത്. ഈമാനിന്റെ മാധുര്യം നിങ്ങൾക്ക് നുകരണമെങ്കിൽ സലാസുൻ മൻഹുൻ നബി വജദ ബിഹിന്ന ഹലാവത്തിൽ ഈമാൻ. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ 3 കാര്യം ആരിലെങ്കിലും ഉണ്ടോ? അടുത്ത 3 കാര്യം പറയാൻ പോകും. 4 എണ്ണം പറഞ്ഞു, അടുത്ത 3 എണ്ണം പറയാൻ പോകും. 4, 3, 7 പഠിക്കണം. 4 കാര്യം വിശ്വാസം കൊണ്ട് വിജയിക്കാൻ 4 കാര്യം പറഞ്ഞതിൽ 4ാമത്തെ കാര്യം വിശ്വാസത്തിന്റെ മാധുര്യമാണ്. ആ 4ാമത്തെ കാര്യം നേടാൻ പ്രവാചകർ പറയുന്നു 3 കാര്യം വേറെ. സലാസുൻ മൻഹുൻ നബി വജദ ബിഹിന്ന ഹലാവത്തിൽ ഈമാൻ. ഈ പറയാൻ പോകുന്ന 3 കാര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വിശ്വാസത്തിന്റെ മാധുര്യം അറിയും, അവൻ നിസ്കാരത്തിന്റെ രുചിയറിയും, ഹജ്ജിന്റെയും ഉംറയുടെയും സുഖമറിയും, അവൻ സ്വതക്കയുടെ ബറക്കത്തറിയും, അനുഭവിക്കും. മധുരമുണ്ടെങ്കിൽ എത്ര നിസ്കരിച്ചാലും കൊതി തീരൂല. മധുരമുണ്ടെങ്കിൽ എത്ര നിസ്കരിച്ചാലും മതി വരൂല. മധുരമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒരു ഗ്ലാസ് കൂടി ഹോർലിക്സ് ഒഴിക്ക്, ഒരു ലഡു കൂടിത്താ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാ? അത് അനുഭവിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. നിസ്കാരം അങ്ങനെ അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, അതിന്റെ മാധുര്യം നമുക്ക് ലഭിക്കുമല്ലോ. തറക്കാഫി റാസഹുമാ وقاما في الدجى يتلذذان لطاعة الرحمن. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് കഴിഞ്ഞ അലിയാർ തങ്ങളെ നിക്കാഹ് ചെയ്തതിന്റെ വിവാഹത്തിന്റെ പ്രഥമ രാത്രിയില് ആ 2 പേരും നേരം പുലരുന്നത് വരെ സുജൂദ് ചെയ്തു എന്ന് ചരിത്രം പറയുമ്പോ പണ്ഡിതന്മാര് പറയുകയാണ്, അവർ 2 പേരും രസമനുഭവിച്ചു, സുഖമനുഭവിച്ചു, മധുരമനുഭവിച്ചു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വിവാഹത്തിന്റെ പ്രഥമ രാത്രി മധുരം അനുഭവിച്ചു അത്രേ. നിസ്കാരത്തിന് മധുരമുള്ളത് കൊണ്ടാണ്. നമ്മുടെ നിസ്കാരത്തിൽ മധുരം വേണമെങ്കിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് പഞ്ചസാര ഇടണം. സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി. അങ്ങനെ മധുരം നുകരാനേ നമുക്ക് പറ്റൂ. നമ്മൾ എത്ര നസീഹത്ത് കേട്ടു, എത്ര പറഞ്ഞു, നമുക്കൊരു സുജൂദ് നിരീക്കാൻ തോന്നാതെ അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം തട്ടത്തോലപ്പള്ളിയിൽ തസ്ബീഹ് നിസ്കരിച്ചപ്പോൾ എല്ലാവരും നിസ്കരിച്ചിരുന്നപ്പോൾ ഒരാളെ സുജൂദ് ഇങ്ങനെ ഇടന്ന് സുബ്ഹാന റബ്ബിയൽ ആല മറ്റേ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ. നമ്മൾ വിചാരിച്ച് പറയാണ് ഉപ്പാപ്പ ആയതുകൊണ്ട് ചിലപ്പോൾ പതുക്കെ പറയുള്ളൂ. അവസാനം ഇരുന്നിരുന്ന് പറഞ്ഞങ്ങ് വീണു, ഉറങ്ങിയിരുന്നു. അപ്പൊ ചില സുജൂദ് നിരീക്കാൻ തോന്നൂല, കാരണം അത് മധുരം കൊണ്ടല്ല, അത് ഉറക്കത്തിന്റെ സുഖം കൊണ്ട്. ചിലപ്പോൾ അങ്ങനെ ലയിച്ചു പോകും. നമ്മളിപ്പോ ഈത്തിക്കാഫൊക്കെ ഇരുന്നിട്ട് സുബൈക്ക് നമ്മൾ ഒന്ന് നിസ്കരിക്കുമ്പോൾ ഇമാമ് വലിയ സൂറത്താണ് പോകുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ
ഇങ്ങനെ അടുത്തിരിക്കുന്ന ആൾ അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് ഇങ്ങനെ. അത് നമ്മളെ കുറ്റപ്പെടുത്തി നമ്മൾ മനുഷ്യന്റെ ഉറക്കമാണത്. ഉറക്കത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത്രയും ഉറക്കം കഴിഞ്ഞിട്ട് സുബൈക്ക് വന്ന് കഴിയിട്ട് വലിയ സൂറത്ത് ഓതിക്കൊണ്ട് ഇമാമ വലിയ സൂറത്ത് ഓതുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ അടിക്കും. കാരണം എന്താ? പെട്ടെന്നാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം കണ്ണിൽ ഉറക്കം വരുന്നതിന് പുറക്കുപോയി പോവാണ്. പക്ഷെ ഈ ഈമാനിന്റെ മധുരം നമുക്ക് നുകരാൻ പറ്റിയാൽ ഇബാദത്ത് ചെയ്യുമ്പോൾ ഉറക്കം വരില്ല. ഖാലിദ് റളിയല്ലാഹു അല്ല ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല തൂക്കിലേറ്റാൻ വിധിച്ചു. ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന്റെ പേരിൽ ഹുബൈബ് റളിയല്ലാഹുവിനെ തൂക്കിലേറ്റാൻ വിധിച്ചു, കഴുകുമരത്തിലേറ്റാൻ വിധിച്ചു. എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവസാനത്തെ ആഗ്രഹം മരിക്കണവരോട് അവസാനത്തെ ഒരു ആഗ്രഹം ചോദിക്കുന്നത് സാധാരണ പതിവാണ്. പണ്ട് ബീർബൽ എന്ന് പറയുന്നത് രാജാവിന്റെ മന്ത്രിയാണ്. ബീർബൽ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ രാജാവ് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവസാനത്തെ ആഗ്രഹം ചോദിക്കുകയാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? അയാൾ പറഞ്ഞു, ഞാനൊരു കുതിരയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് ഒന്ന് പറക്കണം, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. എത്ര കൊല്ലം കൊണ്ട് പറക്കും? അയാൾ പറഞ്ഞു, ഒരു 100 ദിവസം കൊണ്ട് അത് പറക്കും. ശരി, എന്നാൽ നിന്നെ 100 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ കൊല്ലുന്നുള്ളൂ. പണ്ടത്തെ രാജാക്കന്മാരെ കഥ വായിക്കണം, വെറും മരമണ്ടന്മാരാ. 500 എടുത്ത് കാണിച്ചത് 10,000ന്റെ നോട്ടാന്ന് പറഞ്ഞാൽ ശരി പ്രഭു എന്ന് പറയണം, ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ കഴുത്ത് വിട്ടു. അങ്ങനെ പറയാം. അപ്പോ ഞാനൊരു കുതിരയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, 100ാമത്തെ ദിവസം അത് പറക്കും, എനിക്ക് 101ന്റെ അന്നേ നിന്റെ തല വെട്ടുള്ളൂ, നിനക്ക് ധൈര്യമായിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ബീർബൽ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂടെ വന്നൊരു സുഹൃത്ത് പറഞ്ഞു, എടാ മരമണ്ട, മരണത്തെക്കാളും വേദനയാണ് ഞാൻ മരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കൽ. അതിനെക്കാലം നല്ലത് ഇന്ന് തന്നെ തലവെട്ടി അങ്ങ് ചാവണമായിരുന്നു. ഇനിയിപ്പോ 99 ദിവസമേ ഉള്ളൂ, ഇനി 98 ദിവസമേ ഉള്ളൂ, ഞാനിപ്പോ മരിക്കുമല്ലോ, ഇനി 97 ഉള്ളൂ, ഇനി 90 ഉള്ളൂ. ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്ന് മരിക്കണേക്കാലം നല്ലത് അന്ന് തന്നെ തലവെട്ടി അങ്ങ് മരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറയാണ്, എടാ 100 ദിവസത്തിന് മുമ്പ് രാജാവ് അങ്ങ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? അതൊരു ശരിയാ സംഭവം. രാജാവ് 100 ദിവസത്തിന് അത് തട്ടിപ്പോയാ ആലോചിച്ച് നോക്കി. അപ്പൊ ഇയാള് പറഞ്ഞു, രാജാവ് മരിച്ചില്ലെങ്കിലും ഞാൻ അറ്റാകം കാണാൻ വന്ന് ഞാൻ ചത്തുപോയാലും അങ്ങനെ വിട്ടുകൊണ്ട് ഞാനുണ്ടല്ലോ, എനിക്ക് മരിച്ചൂടെ 100 ദിവസത്തിനകത്ത് എങ്ങനെയെങ്കിലും. നീ മരിച്ചില്ലെങ്കിലും ബീർബൽ പറയാ, ചിലപ്പോ കുതിര പറന്നാലോ. സംഭവം ഒരു പറക്കണ ഒരു കുതിരയെ ചിലപ്പോ കിട്ടിയാലോ. 100 ദിവസം കിടക്കല്ലോ, ഒരു പ്രതീക്ഷയാണ്. അപ്പൊ അവസാന ആഗ്രഹം ചോദിച്ചപ്പോ ഒരു 100 ദിവസം അതിനൊരു ജീവിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങിയ ഒരു തന്ത്രമായിരുന്നു. എല്ലാവരോടും ചോദിക്കുമല്ലോ. അത് നമ്മുടെ ഗവൺമെന്റിന്റെയും നിയമത്തിലുണ്ടല്ലോ, തൂക്കിലേറ്റാൻ വിധിച്ചാൽ അവസാനം ഒരു കാര്യം ചോദിക്കും, ഒരു ആഗ്രഹം. അതൊരു ബാധ്യത, ഒരു മാനുഷികമായ പരിഗണനയാണ്. അവസാന ആഗ്രഹം ചോദിക്കുക എന്നുള്ളത് ഒരു മാനുഷികമായ പരിഗണനയാണ്. അങ്ങനെ ചോദിക്കുകയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രതിബദ്ധതയോടെ പാറമൂന്നിയതുകൊണ്ട് പടച്ചറമ്പുരാന്റെ കഠിനകഠോരമായ പരീക്ഷണത്തിന് പാത്രീഭൂതനായ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിന്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിക്കുന്ന, ഹുബൈബ് നിന്റെ അവസാന ആഗ്രഹം എന്താ? നമ്മളോട് അവസാന ആഗ്രഹം ചോദിച്ചാൽ ആ സമയത്ത് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതെന്താ? അതാണ് നമ്മൾ ആഗ്രഹമായിട്ട് പറയുക. അവസാന ആഗ്രഹം എന്താന്ന് ചോദിക്കുമ്പോ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നമ്മൾ പറയും, എന്റെ മൂത്ത മകനെ ഒന്ന് കാണണം, എന്റെ ചെറുമകനെ ഒന്ന് കാണണം, എന്റെ ചെറുമകളെ ഒന്ന് കാണണം, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് കാണണം. എന്തെങ്കിലും പറയാറുണ്ട്. എന്തെങ്കിലും നമ്മുടെ മനസ്സിന് എന്താണോ സന്തോഷം തരുന്നത് അതാണ് നമ്മുടെ അവസാന ആഗ്രഹമായിട്ട് പറയാറുള്ളത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയാ, എന്റെ അവസാന ആഗ്രഹം എന്തെന്നറിയോ? കഴുകുമരത്തിലേക്ക് കയറ്റുന്നതിന് മുമ്പ് എനിക്കൊരു 2 റക്അത്ത് നിസ്കരിക്കണം കേട്ടോ. കയറ്റുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. അവര് പറഞ്ഞു, അതിനെന്താ, നിസ്കരിക്കാലോ. വെള്ളം കൊടുത്തു, വുളു എടുത്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം ഇങ്ങനെ നടത്തുകയാണ്. അവസാന സുജൂദ് ഭൂമിക്ക് മുകളിൽ ഹുബൈബിന്റെ അവസാന സുജൂദ്. ഇത് കഴിഞ്ഞ തഹിയ്യാത്ത് ഓതിയിട്ട് നാം മരിക്കാൻ പോവാണ്. എന്ത് വേദനയുണ്ടാവും ആ സുജൂദിൽ, ആലോചിച്ച് നോക്കി. ഒരു പക്ഷേ അടുത്ത റമളാനിന് മുമ്പ് ഞാനോ നിങ്ങളോ മരിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ റമളാനിന്റെ അവസാന രാത്രിയാണിത്. എന്ത് വിലപിടിപ്പുള്ള രാത്രിയാണ്, ആലോചിച്ച് നോക്കി. അടുത്ത റമളാനിന് മുമ്പ് ഞാനോ നിങ്ങളോ മരിക്കുകയാണെങ്കിൽ പടച്ചോനാണ് വിധി. അള്ളാഹ് തീരുമാനിച്ച സമയത്ത് ആരായാലും മരിച്ചേ കിട്ടും. അടുത്ത റമളാനിന് മുമ്പ് ഞാനോ നിങ്ങളോ മരണപ്പെട്ടാൽ
എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ റമദാനിന്റെ അവസാന രാത്രിയാണിത്, അവസാന ഇഅ്തികാഫാണിത്. ഇനി അങ്ങോട്ട് ചെയ്യണമെങ്കിൽ ഒരു റമദാൻ നമുക്ക് കിട്ടണം, ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ഈ ഇഅ്തികാഫിന് അൽഹംദുലില്ലാ ദൂ സ്വപ്നം കണ്ടിട്ട് കുറെ ദിവസം കൊണ്ട് വേണ്ടെന്ന് വിചാരിക്കുക. പെരുന്നാളായിട്ട് ഗണുങ്ങാമണി ഇല്ലാതെ പെരുന്നാൾ നിസ്കരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് എന്നോണം. പിള്ളേരെ വിചാരം എന്തെന്നറിയോ, ഉസ്താദ് ചിരിച്ചിരിച്ച് നിൽക്കുകയാണെന്ന്. ഞാൻ പിടിക്കുക, ഒരു ദിവസം പിടിക്കൽ തന്നെ പിടിക്കുക, അള്ളാണ് പിടിക്കുക. അതിന് ഒരു സംശയമില്ല. ഏത് വലിയവനാണെങ്കിലും നിങ്ങൾ വിചാരിച്ചെന്താ മൊയിലാറ്റ് ഇങ്ങനെ കുഴപ്പമില്ല, ചിരിച്ച് കളിച്ചിരിക്കുക, അങ്ങനെ നിങ്ങൾ കരുതണ്ട. ചെറിയ പരിപാടിയൊക്കെ എനിക്കും അറിയാം. നിങ്ങളെന്താ കാര്യം, ഇതെല്ലാം കണ്ടോട്ട്. പിന്നെ റമദാൻ മാസമല്ലേ, കുറച്ച് കുട്ടികൾ ബഹളം, കുറച്ച് ആൾക്കാർ അങ്ങനെ വിടുകയാണ്. ഒരു പരിധി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ പടച്ചോനും അങ്ങനെയാണല്ലോ, കരുണയുള്ളവനാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലായിടവും കുലുങ്ങും. പരുത്തിക്കുഴിയും കുലുങ്ങും, മണക്കാടും കുലുങ്ങും, അട്ടക്കുളയും കുലുങ്ങും. പിന്നെ കുനുത്തൊന്നും ഇല്ലാത്ത സ്ഥലത്തിൽ കൂടുതൽ കുലുങ്ങും. അത് വേറെ വിഷയം, അതിൽ പിന്നെ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്ന അൽഹംദുലില്ലാ ആയുസ്സിനും ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങൾ, ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കുക, മനസ്സിരുത്തിയിട്ട് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ഹൃദയാന്തരത്തെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ നമ്മുടെ റമദാനിന്റെ അവസാന ഇഅ്തികാഫാണിതെങ്കിൽ ഈ റമദാനിന്റെ അവസാനമാണ് സംഭവം. നാളെ നമുക്ക് സംശയമില്ല. ഇനി ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അതും സംശയം വരും. അല്ലാഹു കാക്കട്ടെ. നാളെ നമുക്ക് സംശയമില്ലാതെ റമദാനിന്റെ അവസാന ദിവസമാണ്, പകലാണ്. ഇന്ന് റമദാനിന്റെ അവസാന രാത്രിയാണ്. ഇതേപോലെ ഒരു രാത്രി ഈ വർഷം ഇനി നമുക്ക് കിട്ടാൻ പോണില്ല. ഇന്ന് വന്നവരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരലോകത്ത് അള്ളാഹു അവസാനമെങ്കിലും സ്വർഗത്തിൽ വിളിക്കുന്നവരിൽ ഈ പാവപ്പെട്ട നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത റമദാനിന് മുമ്പ് നമ്മൾ മരിച്ചാൽ ആയുസ്സിനു വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാതിരിക്കലാ നല്ലത്. ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് മരിക്കണം, ഈമാനോടുകൂടി പെട്ടെന്ന് മരിപ്പിക്കണേ അള്ളാഹു ദുആ ചെയ്യും. അല്ലാതെ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ദുനിയാവിൽ നമ്മൾ ആലോചിച്ച് നോക്ക്. റമദാന് പള്ളികളിൽ അടിയും ബഹളവും സങ്കടങ്ങൾ തമ്മിലും മത്സരവും ഇതൊക്കെ കണ്ട് ജീവിച്ചിരുന്ന നമ്മളും തെറ്റുകാരാവുന്നതിനേക്കാളും നല്ലത് ഈമാനോടുകൂടി ഒന്ന് മരിക്കലാണ്. പക്ഷെ ഈമാനില്ലാതെ മരിക്കാൻ പാടില്ല. റമദാൻ മാസം എല്ലാ ദിവസവും റമദാന്റെ ദിവസമായിരുന്നെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ ആ റമദാനിന്റെ സുന്ദരമായ ദിവസത്തിന്റെ രാത്രി വിട പറയാം. ഓരോ സെക്കൻഡ് നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് അൽഹംദുലില്ലാ പുണ്യമായ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. നമുക്ക് തരട്ടെ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മളിവിടെ ഉറക്കമൊഴിഞ്ഞതിന്റെ പ്രതിഫലം കിട്ടാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് ക്ഷീണം എനിക്കുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്ത് ക്ഷീണവും, എന്ത് ബുദ്ധിമുട്ടും, എന്ത് പ്രയാസവും. 2 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? അത് സാധാരണ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ആണെങ്കിൽ ശരി, 10 ദിവസം പൂർണ്ണമായിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ, ഒരു കോളക്കണ്ട് പോലും ഉറങ്ങാൻ പറ്റാതെ സംസാരിച്ച 4 മണിക്കൂർ 4:30 ഒന്ന് കിടന്ന് അരമണിക്കൂർ ഉറങ്ങിയാൽ നമ്മൾ ആലോചിച്ച് നോക്കും. പകൽ സമയത്ത് ഉറങ്ങാൻ കിട്ടാതിരുന്നാൽ എന്തുമാത്രം ക്ഷീണമുണ്ടാകും. പക്ഷേ നിങ്ങളെല്ലാവരും വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്റെ പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടും മാറ്റി. കാരണം അടുത്ത റമദാനിന് മുമ്പ് ഈ സാധുവാര സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ഒരുപക്ഷെ അടുത്ത റമദാനിന് നിങ്ങൾ ഇഅ്തികാഫിന് വരുമ്പോൾ ഓർക്കും, ദുആ ചെയ്യണം. ഉസ്താദ് ദുആ ചെയ്തില്ലെങ്കിലും ആമീൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും വരും, അല്ലാഹുവേ അങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടി നസീഹത്ത് നടത്തി. അതേപോലെ നിങ്ങളിൽ ഒരാൾ അടുത്ത റമദാൻ ഇല്ലാതെ വന്നാൽ നമുക്ക് അങ്ങനെ ഒരു ദുആ കിട്ടാനുള്ള ഒരു ഒരുമിക്കലാണിത്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഈമാനിന്റെ മാധുര്യം അത് നിസ്കാരത്തിലൂടെ നേടിയെടുത്ത ഖുബൈബ് റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞത് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. നിസ്കരിച്ച് അവസാന ആ റക്അത്തിന്റെ സുജൂദ് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ സുജൂദ് ഒരല്പം നീണ്ടുപോയി. കുറെ കാര്യങ്ങൾ പടച്ചോനോട് പറഞ്ഞു, മരിക്കാൻ പോവാണ് റബ്ബേ, നിന്റെ മുന്നിലേക്ക് എത്താൻ പോവാണ് പടച്ചോനെ എന്നൊക്കെ പറഞ്ഞ് സലാം വീട്ടിയപ്പോൾ കുറച്ച് ശത്രുക്കൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഖുബൈബിന് മരിക്കാനുള്ള പേടി കണ്ടോ, ഇത്രയും പെട്ടെന്ന് എല്ലാം പറവറാൻ നിസ്കരിച്ചിട്ട് സുജൂദ്, അവസാനത്തെ സുജൂദ് അവൻ സമയമെടുത്ത് ചെയ്യാണ്. കാരണം അത്രയും സമയം കൂടെ ജീവിച്ചിരിക്കാലോ എന്ന് പറഞ്ഞ് കുറെ നേരം അവൻ സുജൂദിൽ കിടന്ന് നമ്മളെ പറ്റിക്കാണെന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയാൻ, എന്റെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് ഞാൻ നിസ്കരിച്ചു തീർന്ന 2 റക്അത്തുണ്ടെങ്കിൽ അത് ഈ നിസ്കാരമാണ്. അതിന്റെ ദുഃഖം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം വേഗത്തിൽ ഞാൻ നിസ്കരിച്ചിട്ടേ ഇല്ല. അങ്ങനെ വേഗത്തിൽ നിസ്കരിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അല്ലാതെ നിങ്ങൾ എന്നെ കൊല ചെയ്യപ്പെടുമെന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞതല്ല. ഞാൻ ഇത്രയും പെട്ടെന്ന് നിസ്കരിച്ചത് എന്തിനാന്ന് നിങ്ങൾ ചോദിക്കും.
സാധാരണ എന്റെ നിസ്കാരം മണിക്കൂറുകളോളം നൃത്തവും റുക്കുവും സുജൂദും എഴുതാലും കരച്ചിലും ഖുർആനും ഒക്കെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്, ഞാൻ അങ്ങനെ നീട്ടിപ്പരത്തി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മരിക്കാനുള്ള പേടി കൊണ്ടാണ്. ആ പേടി എനിക്ക് ലവലേശം പോലും ഇല്ല എന്നറിയിക്കാനാണ് നിങ്ങൾ എനിക്ക് നിസ്കരിക്കാൻ അനുമതി തന്നപ്പോ പെട്ടെന്നൊരു 2 റക്അത്ത് ഞാൻ നിസ്കരിച്ചത്. അതിന്റെ ദുഃഖമാണ് അവസാന സുജൂദിൽ ഞാൻ തീർത്തത്. ആലോചിക്കണം, പെട്ടെന്ന് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചത് നിങ്ങളെ ഭയപ്പെടുത്താനാണ്. ഞാൻ ഈമാനികമായി അള്ളാഹുവിന്റെ മുമ്പിലെത്താൻ എത്രയും പെട്ടെന്ന് കൊതിക്കുന്നവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് എന്നെ വകവരുത്തണം എന്ന് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, അള്ളാഹു ഭാഗ്യം തരട്ടെ അങ്ങനെ നിസ്കരിക്കാൻ, അങ്ങനെ മധുരം വരുന്ന നിസ്കാരം അള്ളാഹു നമുക്ക് തരട്ടെ. അതിന് 3 കാര്യങ്ങളാണ് പറയാ പ്രവാചകർ. സലാസുൻ മൻഹുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം അതുണ്ടോ നിങ്ങൾക്ക് ഈമാനിന്റെ മധുരമുണ്ടാകും. 1, കാനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ അല്ലാഹുവും അവന്റെ റസൂലും എന്തിനേക്കാളും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുക. അല്ലാഹു മാത്രമല്ല, റസൂലുമുണ്ട്. അല്ലാഹ് മാത്രമല്ല, റസൂലും എന്തിനേക്കാളും പ്രിയപ്പെട്ടത് നിന്റെ ഉമ്മയെക്കാളും നിന്റെ വാപ്പയെക്കാളും നിന്റെ ഉസ്താദിനെക്കാളും നിന്റെ സംഘടനാ നേതാവിനെക്കാളും നിന്റെ എല്ലാ കാര്യങ്ങളെക്കാളും നിന്റെ സുഹൃത്തുക്കളെക്കാളും. സുഹൃത്തുക്കൾക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്നവർ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരു 10 സലാത്ത് ചെല്ലുമോ? ഇല്ല. സുഹൃത്തുക്കൾക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്നവർ അള്ളാഹ്ക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങോ? ഇല്ല. എന്തുകൊണ്ട്? അവനവന്റെ സുഹൃത്താണ് വലുത്. ഇല്ല, അതിനേക്കാളും വലുതെന്റെ പടച്ചോനാണെന്ന് പറയാനുള്ള ആർജവം നിനക്ക് വന്നാലേ നിന്റെ നിസ്കാരത്തിന് നിനക്ക് മാധുര്യം ഉണ്ടാവുകയുള്ളൂ. അതിനേക്കാളും വലുതെനിക്ക് എന്റെ പടച്ചോനാന്ന് പറയാൻ. എന്തിനേക്കാളും വലുതെന്റെ റബ്ബാണ്. അതല്ലേ റബ്ബ്. എന്തെല്ലാം നമുക്ക് തന്നു. അലം നജ്അൽ ലഹു ഐനി വലിസാനം വശഫത്തൈൻ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി എഴുതിയെടുത്താൽ കഴിയോ എന്റെ പ്രിയമുള്ളവരെ? ഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. എഴുതി തീർക്കാൻ കഴിയില്ല. ഏതൊരു കമ്പ്യൂട്ടറിനകത്തും നിറഞ്ഞു നിൽക്കും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അനുഗ്രഹങ്ങൾ. അതിനകത്ത് പോലും തികയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. ആ പടച്ചോനാണ് നമുക്ക് വലുത്. നമ്മുടെ ഉമ്മയും വാപ്പയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരാൾ ലോകത്തുണ്ടാകണമെന്ന് തീരുമാനിച്ചത് വാപ്പയല്ല, ഉമ്മയല്ല. 9.5 മാസം വയറ് പൂർത്തിയായ മെഡിക്കൽ കോളേജിന്റെ SITയുടെ അകത്ത് പ്രസവം കാത്തു കിടക്കുന്ന പെണ്ണിന് പോലും തന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പറ്റോ? ഇല്ല. അത് പുറത്ത് വന്നെന്ന് പറയാൻ പറ്റുമോ? അത് പടച്ചോന്റെ കളിയാണ്. വാപ്പയാണ് ഉമ്മയാണെന്ന് പറഞ്ഞ് നമ്മുടെ പിതൃത്വം നമ്മുടെ മാതൃത്വമാണ് നമ്മുടെ എല്ലാം എന്നല്ല. അവരെക്കാൾ വലുതെനിക്കെന്റെ പടച്ചോനാണ്. എവിടെയും ഏത് സ്ഥലത്തും ഏത് മന്ത്രിയുടെയും ഏത് നേതാവിന്റെയും ഏത് രാജാവിന്റെയും ഏത് അധികാരിയുടെയും മുമ്പ് ആർജവത്തോട് പറയാനുള്ളത് ഇന്നനീ മിനൽ മുസ്ലിം. ഞാനൊരു മുസ്ലിമാണ്. എന്റെ പടച്ചോൻ എനിക്കെന്റെ റബ്ബാണ്. എന്റെ തർബിയത്ത് നടത്തിയ എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പടച്ചോനാണ്. അള്ളാഹു മാത്രമല്ല, റസൂലും അതേപോലെ വലുതാവണം നമുക്ക്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു ചരിത്രം ഒന്ന് ഉണർന്നിരിക്കണം എല്ലാവരും. നല്ലൊരു ചരിത്രമാണ്. ഇന്നലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതുപോലെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വളരെ അടിസ്ഥാനപരമായി ലോകം കിടുങ്ങിപ്പോയ ഒരു ചരിത്രമുണ്ട്. പ്രവാചക പ്രണയം. അത്രത്തോളം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിന്റെ അകത്ത് ഈജിപ്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈജിപ്തിൽ ഉണ്ടായിരുന്നു. എല്ലാ മതങ്ങൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ഭരണാധികാരിയാണ് ഭരണം നടത്തുന്നത്. എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാം. തീവ്രവാദവും ഭീകരവാദവും തമ്മിലടിയും ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ജീവിക്കാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കണം. ഒരു പട്ടിയെ നമ്മൾ എറിയുകയാണ്. എറിഞ്ഞെറിഞ്ഞ് അതിന്റെ ശരീരം മുഴുവനും മുറിപ്പാടുണ്ടായി അവസാനം ആ പട്ടി എറിഞ്ഞ ആളിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പട്ടിയെ നമ്മൾ വിളിക്കുന്നത് തീവ്രവാദം എന്നാണ്. ഇന്ന് അതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. വേദനിച്ചൊന്ന് കരഞ്ഞാൽ നമ്മൾ ഭീകരവാദിയായി. വേദനയോടുകൂടി എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തീവ്രവാദിയായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രിസ്ത്യാനികൾ ഒരു യേശുക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കമ്പോളത്തിൽ. യേശുക്രിസ്തുവിന്റെ പ്രതിമ. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ അതിന്റെ മൂക്ക് കാണാനില്ല. ആരോ പിന്നെ ഛേദിച്ചുകൊണ്ട് പോയി. ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടി വന്നിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എടുത്തു വന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മുസ്ലിങ്ങൾ നമ്മുടെ പ്രതിമയുടെ മൂക്ക് തകർത്തിരിക്കുകയാണ്. അന്നും ഇതുപോലെ തന്നെ എന്ത് ചെയ്താലും മുസ്ലിങ്ങൾ.
വേറെ ആരും ചെയ്യൂല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അടുത്തൊന്ന് പറഞ്ഞു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഒരിക്കലും ഇത് മുസ്ലിങ്ങളല്ല ചെയ്തത്. പക്ഷേ മുസ്ലിം അല്ല ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ ഈ പറയുന്നവർ വിചാരിക്കും എന്റെ ഭരണത്തിൽ പക്ഷപാതമുണ്ട് എന്ന് വിചാരിക്കും. ഞാൻ മുസ്ലിങ്ങൾക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ഭരിക്കാൻ മതസൗഹാർദ്ദയുള്ള ഈ നാട്ടിൽ ഞാൻ ഒരു ഭാഗത്തിന് വേണ്ടി ചാഞ്ഞു എന്നവർ പറയും. അതുകൊണ്ട് അത് വേണ്ട. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം, മുസ്ലിങ്ങളാണ് ചെയ്തത് എന്ന് ഞാൻ സമ്മതിക്കാം, അതിന് എന്ത് പ്രതിവിധി വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഒരു മൂക്ക് പോയതല്ലേ ഉള്ളൂ, ഒരു പരിഹാരം ചെയ്യാം. അതിനേക്കാൾ വളരെ മനോഹരമായ തങ്കത്തിൽ നിങ്ങൾക്ക് ഞാനൊരു മൂക്ക് ആ യേശു ക്രിസ്തുവിനെ വെച്ച് പിടിപ്പിക്കാം, നിങ്ങൾ ആരും അടിയുണ്ടാക്കണ്ട. വന്നവര് പറഞ്ഞു നമ്മുടെ ദൈവത്തെ പുതുക്കിപ്പണിയാൻ പറ്റില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ആ പ്രതിമയെ തന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് വെക്കോ, അതേപോലെ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു പ്രതിമ ഞാൻ വെച്ച് തരാം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവര് പറഞ്ഞു, അതും പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് എന്തു വേണം? ഇനി നമ്മൾ പറഞ്ഞു. അവര് പറയാൻ നമ്മുടെ ഒരേ ഒരു ആഗ്രഹം എന്തെന്നറിയോ? നിങ്ങളുടെ ഹബീബാര പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപമുണ്ടല്ലോ, ആ രൂപം നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ പ്രവാചകന്റെ രൂപം നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ രൂപമുണ്ടാക്കിയിട്ട് ഈജിപ്തിന്റെ കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് ആ രൂപം കൊണ്ടുവന്ന് നമ്മൾ വെക്കും അംറേ. എന്നിട്ട് ഈ നാട്ടിലുള്ള ഈജിപ്തിലുള്ള എല്ലാ മതസ്ഥരെയും നമ്മൾ വിളിക്കുകയാ. ഹൈന്ദവരെ, ക്രൈസ്തവരെ, ജൂതരെ, നിരീശ്വരവാദികളെ, മുസ്ലിങ്ങളെ, എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗങ്ങളിലുള്ള പതിനായിരക്കണക്കാര ജനങ്ങളെ വിളിച്ചു കൂട്ടി നിർത്തിയിട്ട് അവരെല്ലാവരും വളഞ്ഞു നിൽക്കുമ്പോ നിങ്ങളുടെ പ്രവാചകന്റെ പ്രതിമയുണ്ടല്ലോ, ആ പ്രതിമയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആയിരക്കണക്കാര ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ പ്രതിമയുടെ തല വെട്ടും അംറേ, ആ പ്രതിമയുടെ കൈ വെട്ടും അംറേ, ഓ പ്രതിമയുടെ കാല് വെട്ടും അംറേ, ആ പ്രതിമയെ ഈജിപ്തിന്റെ കമ്പോളത്തിലിട്ടിട്ട് ചവിട്ടി അരയ്ക്കും അംറേ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോയി. ഇതേ ഉള്ളൂ പ്രതികാരം, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചാടി അങ്ങോട്ട് എഴുന്നേറ്റില്ലേ? ആരെ കുറിച്ചായി പറയണേ? ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാൻ, ആ പ്രവാചക പ്രേമിയോട് എന്തിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാ, പ്രതിമയുണ്ടാക്കിയിട്ട് നമ്മൾ കളച്ഛേദനം ചെയ്യുമെന്നും വെട്ടി നശിപ്പിക്കുമെന്നും പറഞ്ഞപ്പോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിമയ്ക്ക് പകരം അതേപോലെ ജീവനുള്ള ഒരു ശരീരം തരട്ടെ, പ്രതിമയ്ക്ക് പകരം ഞാൻ ജീവനുള്ള ഒരു ശരീരം തരട്ടെ എന്ന് ചോദിച്ചു. അവർക്ക് ആവേശമായി. പ്രതിമയാവുമ്പോ വെട്ടിയാൻ നിലവിളിക്കൂല, ജീവനുള്ള ശരീരമാണെങ്കിൽ വെട്ടിയാൻ നിലവിളിക്കും. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ആവേശമായി. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അംറേ, നിങ്ങളെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട മുസ്ലിമിനെ പിടിച്ച് നമുക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തരണ്ട, അങ്ങനെ വേണ്ട, നല്ല ഒരു ചുറുചുറുക്കുള്ള ആളിനെ തരണം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈയും നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയുകയാ, അസ്സലാത്തു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ പ്രതിമയുണ്ടാക്കിയിട്ട് കളച്ഛേദനം നടത്തിയിട്ട് വെട്ടിമുറിച്ചിട്ട് വലിച്ചെറിയുന്നതിന് പകരം ഈ അംറിന്റെ ശരീരം ഇതാ പണയം വെക്കാൻ പോവുകയാണ്, കച്ചവടം ചെയ്യാൻ പോവുകയാണ്. ക്രിസ്ത്യാനികൾക്ക് വളരെ സന്തോഷമായി. അന്ന് ജീവിച്ചിരുന്നതിൽ അംബറിനെ പോലെ ഈമാനുള്ള, അംബറിനെ പോലെ തന്റെ ഇടമുള്ള, അംബറിനെ പോലെ ഇസ്സത്തുള്ള വേറൊരു ആൺകുട്ടി എവിടെ ഇല്ല. അവരെല്ലാവരും സമ്മതിച്ചു. ശരി, നിങ്ങൾ സമയം പറയും, നിങ്ങൾ സ്ഥലം പറയും, അവിടെ ശുഭവസ്ത്രധാരിയായിട്ട് കുളിച്ചൊരുങ്ങി വുളു എടുത്തുകൊണ്ട് ഞാൻ വന്ന് നിൽക്കാം. എവിടെ വേണോ നിങ്ങൾക്ക് വെട്ടാം, എത്ര കഷണം വേണമോ ആക്കാം. പക്ഷേ എന്റെ ഹബീബായ പ്രവാചകന്റെ പ്രതിമയുണ്ടാക്കിയിട്ട് അവഹേളിക്കാൻ ഞാൻ അനുവദിക്കില്ല, അവഹേളിക്കാൻ ഞാൻ അനുവദിക്കില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു കാണിച്ച പ്രവാചക പ്രണയമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലായ പ്രവാചകനോടുള്ള പ്രേമം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രകടമാക്കുകയാണ്. ക്രിസ്ത്യാനികൾ പിറ്റന്ന് കമ്പോളത്തിൽ കൂടുന്ന സമയം പറഞ്ഞു, എല്ലാ സ്ഥലത്തും പരസ്യം ചെയ്തു. 10,000 ജനങ്ങൾ, എല്ലാ മതത്തിൽപ്പെട്ടവരും പിറ്റന്നതാ ഈജിപ്തിന്റെ കമ്പോളത്തില്
എല്ലാവരും വളഞ്ഞു നിൽക്കുമ്പോൾ മുസ്ലിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നാഥാ ഞങ്ങളുടെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നസീഹത്ത് തരുന്ന, ഞങ്ങൾക്ക് ഉപദേശം തരുന്ന, ഈമാനിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് അപകടം കൊടുക്കല്ലേ അല്ലാഹ്. നിന്റെ മുത്തുനബിയോട്, നിന്റെ ഹബീബിനോടുള്ള പ്രണയമാണ് പ്രകടമാക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ അംറിനെ നശിപ്പിക്കല്ലേ അല്ലാഹ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ സമയമായി. കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു തടിക്കഷണം വെച്ചു. അതിന്റെ മുകളിൽ അതാ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കയറ്റി നിർത്തുകയാണ്. കുളിച്ചൊരുങ്ങി വുളു എടുത്തുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരെ, ഒരു നബിദിനം വരുമ്പോ 10 ചാക്ക് മുട്ടായി വാങ്ങി പാവപ്പെട്ടവർക്ക് എറിഞ്ഞു കൊടുത്തത് കൊണ്ട് നിന്റെ പ്രവാചക പ്രേമം നിനക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ? ഒരു റബീഉൽ അവ്വൽ വരുമ്പോ അന്ന് വരെ എടുക്കാത്ത മൗലിദ് കിതാബ് എടുത്തിട്ട് 2 വൈത്ത് പാടിയത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രവാചകന്റെ പ്രേമം നിന്റെ ഹൃദയാപരത്തിനോട് ആവാഹിച്ചെടുക്കാ. എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് നിനക്ക് സാധിക്കാ? ഒരു ജീവിതം മുഴുവനും പ്രവാചകന് ആത്മാർത്ഥമായി സ്നേഹിച്ചാലും ആ സ്നേഹം നമുക്ക് കൊതിതീരെ അനുഭവിക്കാൻ പറ്റുമോ? എന്റെ പ്രിയമുള്ളവരെ, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാ തയ്യാറാണ്. കൈ വേണമെങ്കിൽ കൈ കൊടുക്കാ, കാല് വേണമെങ്കിൽ കാല് കൊടുക്കാ, തല വേണമെങ്കിൽ തല കൊടുക്കാ. എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ വെട്ടി ഈജിപ്തിന്റെ കമ്പോളത്തിൽ വലിച്ചെറിയപ്പെടാൻ നിന്നു കൊടുക്കാം. ഒരു ദാഷ്ട്യവും ആ വിഷയത്തിലില്ല, ഒരറപ്പുമില്ല. കയറി നിൽക്കാൻ ഒരുമിച്ചുകൂടിയ ജനങ്ങൾ മുഴുവനും മുസ്ലിങ്ങൾ ഒഴിച്ചു ബാക്കിയുള്ളവർ സന്തോഷിക്കാൻ. പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ, ഞങ്ങളുടെ അംറിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടല്ലേ പടച്ചോൻ എന്ന് കരയാണ്. അവസാനവത ആ തലവെട്ടുന്നതിന്റെ സമയമായപ്പോ മൂർച്ചയേറിയ തിളങ്ങുന്ന വാളും പിടിച്ചുകൊണ്ട്, സൂര്യപ്രകാശം കൊണ്ട് ആ വാളിങ്ങനെ മിനുങ്ങുകയാണ്. അത് കയ്യിൽ വെച്ചുകൊണ്ട് ക്രൈസ്തവരും ജൂതന്മാരും ഇസ്ലാം ലോകത്തു നിന്ന് വേരോടെ പിടികറിയാൻ ശ്രമം നടത്തുന്നവരും കൈയടിച്ച് ആവേശത്തോടെ പ്രോത്സാഹിപ്പിക്കുമ്പോ വിശ്വാസികൾ മനസ്സിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, സഹിക്കാൻ പറ്റാതെ 2 കണ്ണും നിറഞ്ഞൊഴുകിയിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആ ക്രിസ്ത്യാനിയായ സഹോദരനതാ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുറുചുറുക്കുള്ള തന്റെ ഇടമുള്ള മനസ്സ് പതറിപ്പോകാത്ത സഹോദരനതാ വാളും പിടിച്ചുകൊണ്ട് നടന്നു വരികയാ. ഇനി ഒരു 10 ചുവട് കൂടി വെച്ചാ മതി. ഒരു 10 ചുവട് കൂടി മുമ്പോട്ട് വെച്ചാ 11ാമത് വാളോങ്ങുക. അത് കഴിഞ്ഞ കഴുത്ത് നിലത്ത് കിടന്നുരുളുക. എല്ലാവരും കാത്തിരിക്കുമ്പോ, മുസ്ലിങ്ങൾ പൊട്ടിക്കരയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് സലാത്ത് ചൊല്ലി തലേ അല്ലാഹുവിനെ കൊടുക്കാൻ കാത്തിരിക്കുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ 5 ചുവട്ടടി വെച്ച് കഴിഞ്ഞു. ഇനി 5 പാദം കൂടി വെച്ചാ മതി, 5 പ്രാവശ്യം കൂടി കാലെടുത്ത് വെച്ചാ മതി. പിന്നെ അംറിന്റെ മുമ്പിലാ, പിന്നെ ആ ക്രിസ്ത്യാനിയുടെ കൈയൊന്ന് പൊങ്ങിയാ മതി, പിന്നെ ആ വാളൊന്ന് താങ്ങാ മതി. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടിയെറിയാ. പിന്നെ താമസമില്ല, മുസ്ലിങ്ങളെല്ലാം തലകുലിച്ചു വെക്കുകയാ. കാണണ്ട അല്ലാഹ് പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് രാപകലില്ലാതെ നസീഹത്ത് നടത്തി പറഞ്ഞു തന്ന ഞങ്ങളുടെ അംറിന്റെ ആ അവസ്ഥ കാണണ്ട റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് തലകുലിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതാ ഇനി ഒരു 2 ചുവട്ടടി കൂടി വെച്ചാ മതി. ആ 2 ചുവട്ടടി വെക്കുന്നതും അംറിന്റെ തല വെട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടോ മൂർച്ചയേറിയ വാളും കൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെത്തുകയാ. ഇനി ഒരേ ഒരു ചുവട്ടടി കൂടി മതി കേട്ടോ. ചുവട്ടടി കൂടി വെക്കുമ്പോ ആ തല പറന്നു പോകുന്നത് കാണാ. ക്രിസ്ത്യാനികള്, ജൂതന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കള് കൊതിയോടെ 2 കണ്ണിന് 2000 കണ്ണിന്റെ ആവേശത്തോടെ കാത്തിരിക്കുമ്പോ അതാ ഒരു ചുവട് കൂടി വെച്ചിരിക്കുകയാ. അതോ കൈ ഉയർത്തുകയാ. മുസ്ലിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാ അല്ലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നോ ആ വാളതാ താഴുകയാ. അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നത് അവർ കണ്ടതെന്താ? അംബ്രബുല്ലാസിന്റെ തലയല്ല, മറിച്ച് താഴ്ന്നു വന്ന വാളാണ്. എന്റെ പ്രിയമുള്ളവര്, ആ വാൾ അന്തരീക്ഷത്തിലൂടെ വലിച്ചെറിഞ്ഞിട്ട് അംബ്രബുല്ലാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വാരിപ്പുടർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലല്ലാഹ്. എനിക്ക് ആ റസൂലിനെ വേണം അംബ്രേ, എനിക്ക് ആ പ്രവാചകനെ വേണം അംബ്രേ. നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആ പ്രവാചകനെ എനിക്ക് തരുമോ? നിങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ മുത്തുനബിയെ എന്റെ ഹൃദയത്തിലേക്ക് തരുമോ? വാള് ദൂരേക്ക് എറിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞപ്പോ ഒരാളല്ല പറഞ്ഞത്, അവിടെ കൂടി നിൽക്കുന്ന ഓരോയിരക്കണക്കാരെ ക്രൈസ്തവര് ഒറ്റ ശബ്ദത്തോട് ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു പോരെങ്കിൽ അതാണടാ പ്രവാചക പ്രവചനം. ഇന്നലെ വരെ നിസ്കരിക്കാതെ നബിദിനത്തിന്റെ അന്ന് കൊടിയെടുത്തോണ്ട് ഇറങ്ങുന്നതല്ലടാ പ്രവാചക പ്രണയമെന്ന് മനസ്സിലാക്കുക. ഇന്നലെ വരെ സുജൂദ് ചെയ്യാറ്, ഇന്നലെ വരെ പള്ളിയില്ലാതെ, ഇന്നലെ വരെ ദീനില്ലാതെ, ഇന്നലെ വരെ വിശ്വാസമില്ലാതെ റബീഉൽ അവ്വൽ വരുമ്പോ ഒരു പച്ചക്കൊടി കൊണ്ട് സത്തടിച്ചിട്ടിട്ട് പ്രവാചക പ്രേമി എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവനല്ലടാ പ്രവാചക പ്രേമി. അവരെ പ്രവാചകന് വെറുപ്പാ, അവരെ പ്രവാചകൻ ഇഷ്ടമല്ല, അവരെ പ്രവാചകൻ അകറ്റി നിർത്തുന്നതാ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ നബിദിനത്തിന്റെ അന്ന് കുളിച്ചൊരുങ്ങി രാവിലെ 2 മുട്ടായി നിന്ന് 10 സ്വലാത്തും ചൊല്ലി പ്രവാചക പ്രണയം അങ്ങനെയല്ല നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അത് അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചവർ ചെയ്യും, ചെയ്യേണ്ടതുപോലെ ചെയ്യും. ഏത് ലോകത്തിരുന്നാലും ചെയ്യും. എത്ര പ്രസ്ഥാനങ്ങൾ അതിനെതിരെ വളർന്നാലും ചെയ്യും, തല പോയാലും ചെയ്യും. അത് ചെയ്യേണ്ടവർ ചെയ്യും, ചെയ്യാത്തവർ ചെയ്യുമ്പോഴാണ് പ്രശ്നമുണ്ടാവുക. അതിന് അർഹതപ്പെട്ടവർ ലോകത്തുണ്ട്. അവർ ഇൻഷാ അല്ലാഹ് എവിടെയാണെങ്കിലും ആ പ്രവാചക പ്രണയം ജീവിതത്തിലുടനീളം പ്രകടമാക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം അതാ, കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ. രണ്ടാമത് അള്ളാന്റെ റസൂല് പറയാൻ, നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക. പെൺകുട്ടികളെ അല്ല, ആൺകുട്ടികളെ, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ സ്നേഹിക്കുമ്പോ പടച്ചോന് വേണ്ടിയാണ് സ്നേഹിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം അള്ളാന്റെ റസൂല് പറയുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ നേരമില്ല. ഇനി ഒരു 10 ദിവസത്തെ ഇത്തികാഫ് കൂടെ ഉണ്ടെങ്കിലേ ഈ 3 നല്ലതുപോലെ വിശദീകരിക്കാൻ പറ്റും. 1, 2 പറ്റില്ല. മൂന്നാമത്തെ കാര്യം അള്ളാന്റെ റസൂല് പറയുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വേദന നിനക്കുണ്ടാവണം. അള്ളാഹു ശിർക്കിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ, കുഫറിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ, സിഹറിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ സകലമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇതിലൂടെയാണ് വിശ്വാസത്തിന്റെ മാധുര്യം കിട്ടുക. 4 കാര്യങ്ങൾ അവസാനം വിശ്വാസത്തിന്റെ മാധുര്യമാണ്. ആ വിശ്വാസത്തിന്റെ മാധുര്യം അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്റിന് സമയമായി, ഇനി ഒത്തിരി നീട്ടണില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരങ്ങളും പെട്ടെന്ന്, ഒരുപാട് വൈകാതെ, വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് കിടന്നിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ. بسم الله الرحمن الرحيم. جددوا إيمانكم ونذروا قلوبكم بقول لا إله إلا الله لا إله إلا الله.